സമാധാനത്തെ തകർത്തു കളയുന്ന, സമാധാനം ഭവനത്തിലേക്ക് കൊണ്ടുവരുവാൻ പറ്റാതെ അതിനെ തടസ്സമായി നിൽക്കുന്ന അന്ധകാര ശക്തിയുടെ മേൽ ഇന്ന് പകൽക്കാലം നമുക്ക് ഒരുമിച്ച് യേശു ക്രിസ്തുവിന്റെ പുണ്യാക രക്തം തളിക്കാം. ജീസസ് ക്രൈസ്റ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്. നിന്റെ ഏത് ഭാരമേറിയ വിഷയത്തിലും ഇന്ന് യേശു ക്രിസ്തുവിന്റെ രക്തത്തിൽ പൊതിഞ്ഞ് നീ ഏൽപ്പിക്കെ. ദൈവം ഒരു അത്ഭുതം ചെയ്യും. ദൈവം ഒരു അത്ഭുതം ഇതിനകത്ത് ചെയ്യും. ദൈവം ഇതിനകത്തൊരു അടയാളം ചെയ്യും. ദൈവം ഇതിനകത്തൊരു വിടുതല ചെയ്യും. ഈ ദേശത്ത് നിൽക്കുന്ന അന്ധകാര പാവത്തിന്റെ ശക്തിയുടെ മേൽ യേശുവിന്റെ ശക്തി ആവരിക്കും. സാറാബുകൾ ആരാധിച്ചതുപോലെ ഇന്ന് പകൽക്കാലം ഒരു ആരാധനയുടെ മഹത്വം ഇതിനകത്ത് വെളിപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവരാൽ ഈ അടയാളം നടക്കും. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളം നടക്കും. ഭൂതങ്ങൾ വിട്ടുമാറും. എന്നാ ഇന്ന് ഇവിടെ പറയാം, യേശു ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് എന്തുണ്ടാക്കി? സമാധാനം ഉണ്ടാക്കി. ഇന്ന് പകൽക്കാലം ഒന്ന് ഹൃദയം കൊണ്ട് പറയാമോ? കർത്താവേ, അങ്ങ് ചൊരിഞ്ഞ രക്തം കൊണ്ട് ഒരു സമാധാനം ഉണ്ടാക്കിയെന്നല്ലേ പറഞ്ഞേ? അങ്ങനെയെങ്കിൽ എൻ്റെ ഭവനത്തിനകത്ത്, എൻ്റെ തലമുറയുടെ അവരുടെ ഹൃദയത്തിനകത്ത്, അവരുടെ മൈൻഡിനകത്ത്, അവരുടെ ആത്മാവിൽ ആ സമാധാനം ഒന്ന് ഫീൽ ചെയ്യാനൊന്ന് പ്രാർത്ഥിക്കാവോ? അപ്പൊ സമാധാനം തരുന്നതാണ് യേശു ക്രിസ്തുവിന്റെ രക്തം. ഹല്ലേലൂയ. അപ്പൊ ഇന്ന് പകൽക്കാലം നിങ്ങളുടെ പ്രാർത്ഥന എന്തായിരിക്കണം? ഹല്ലേലൂയ, കർത്താവേ, അങ്ങയുടെ രക്തം കൊണ്ട് സമാധാനം ഉണ്ടാക്കി. പറഞ്ഞ് എന്റെ ജീവിതത്തിൽ സമാധാനം തന്നിരിക്കുന്നു. ഇന്ന് ഇപ്പൊ നിങ്ങൾ ഇവിടെ ഇന്ന് പ്രാർത്ഥിക്കുമ്പോ തന്നെ ഹല്ലേലൂയ സ്തോത്രം, നിങ്ങളുടെ വിഷയം കണ്ടിട്ട് അതിലേക്ക് ഈ സമാധാനം വ്യാപരിക്കണമെന്ന് വിശ്വാസത്തോടെ പ്രഖ്യാപിക്കെ. ഈ ദേശത്ത് സമാധാനം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ആയൂര് രണ്ടുപേര് ആത്മഹത്യ ചെയ്തെന്ന് ഞാൻ അറിയാനിടയായി. ഹല്ലേലൂയ. ആത്മഹത്യ, സമാധാനമില്ലാതെ ഏതോ വിഷയത്തില് ഹല്ലേലൂയ അവര് ഭാരപ്പെട്ടപ്പോ ആ ഭാരം നിരാശയായി വ്യാപരിച്ച് ശരീരത്തിലേക്ക് കയറി, ബുദ്ധിയിലേക്ക് കയറി, ഹൃദയത്തിലേക്ക് കയറി, എവിടേക്കോ തകർന്നു പോകണമെന്ന് ചിന്തിച്ചു. പിന്നെ അത് ആത്മഹത്യയിലേക്ക് പ്രവേശിച്ച് അനേകം മരിക്കുമ്പോൾ ഇന്നോർക്കുക, സമാധാനം തരുന്ന യേശു ഉണ്ട്. അങ്ങനെ സമാധാനം തരുന്നതാണ് യേശു ക്രിസ്തുവിന്റെ രക്തം. ഹല്ലേലൂയ സ്തോത്രം. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായത്തിന്റെ 28-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഹല്ലേലൂയ ഈ പരിശുദ്ധ രക്തത്തെ കുറിച്ച് മത്തായി എഴുതിയിരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഇത് അനേകർക്ക് വേണ്ടി. സ്തോത്രം. ഇവിടെ ഇരിക്കുന്ന ലാലിയാന്റിക്കോ ഇവിടെ ഇരിക്കുന്ന സാലിയമ്മയ്ക്കോ ഒന്നും അല്ല. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിന്റെ രക്തത്തെ കുറിച്ചാണ് ഞാൻ പ്രസംഗിക്കുവാൻ ആഗ്രഹിക്കുന്നത്. യേശു ക്രിസ്തുവിന്റെ രക്തം. ഹല്ലേലൂയ സ്തോത്രം. നമ്മുടെ എല്ലാം രക്ഷയ്ക്ക് കാരണം യേശു ക്രിസ്തുവിന്റെ രക്തമാണ്. ഹല്ലേലൂയ സ്തോത്രം. ആദാമ്യ പിതാക്കന്മാർ അല്ലെങ്കിൽ ആദാവും ഹവ്വായും പാപം ചെയ്ത് ഹല്ലേലൂയ ദൈവ തേജസ് ഇല്ലാതാക്കി ഏദനിൽ നിന്ന് അവര് ഹല്ലേലൂയ സ്തോത്രം ദൈവം പുറത്താക്കി. ഏദനിൽ നിന്ന് പുറത്താക്കിയ ഈ ജനത്തെ വീണ്ടെടുക്കുവാനാണ് കർത്താവായ യേശു ക്രിസ്തു ഹല്ലേലൂയ ജഡാവതാരം എടുത്ത് ഈ ഭൂമിയിലേക്ക് വന്നത്. സ്തോത്രം. അപ്പോൾ ആ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ച് അടക്കപ്പെട്ട് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. ആ യേശു ക്രിസ്തുവിന്റെ രക്തത്തിലൂടെ മാത്രമേ
നമ്മുടെ പാപത്തിന് ഒരു മോചനമുള്ളൂ. ഹല്ലേലൂയ. സ്വതം ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ വന്നു എന്നാണ് ദൈവവചനം പറയുന്നത്. അപ്പൊ പാപത്തിൽ നിന്നൊരു മോചനമാണ് നമുക്ക് വേണ്ടത്. ഹല്ലേലൂയ സ്തോത്രം. പാപം നമുക്ക് രഹസ്യമായി ചെയ്യുന്നവരുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. പരസ്യമായി ചെയ്യുന്നവരുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. എന്നാൽ പാപം എന്ന് പറയുന്നതിൽ വിശ്വാസത്താൽ ഉളവാകാത്തതൊക്കെയും പാപം എന്ന് പറയുന്ന ദൈവവചനം. ഹല്ലേലൂയ സ്തോത്രം. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം യേശു ക്രിസ്തുവിന്റെ രക്തത്തെക്കുറിച്ച് ആണ് പറയാൻ പോകുന്നത്. നിങ്ങൾ ആത്മാർത്ഥതയോടെ ഇരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കർത്താവിന്റെ രക്തം ഇന്ന് സകല പാപത്തെ പൊട്ടിച്ചു കളയും. എന്നുവെച്ചാൽ ഇവിടെ ഇരിക്കുന്നവരെല്ലാം പാപം ചെയ്തവരാണെന്നോ പാപത്തിൽ കിടക്കുന്നവരാണെന്നല്ല അതിന്റെ അർത്ഥം. എന്നാൽ പാപത്തിന്റെ ഒരു ശക്തി ഇവിടെ നിൽപ്പുണ്ട്. ഹല്ലേലൂയ. ആ പാപത്തിൽ നിന്ന് മോചനം പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ജനം എന്റെ മുമ്പിൽ നിൽപ്പുണ്ട്. ഹല്ലേലൂയ. അവരുടെ മുമ്പിലേക്ക് ഈ വചനം ഞാൻ പ്രസന്റ് ചെയ്യുക. അപ്പോൾ തന്നെ നിങ്ങൾ നിൽക്കുമ്പോൾ നിങ്ങൾക്കും തന്നെ എവിടെയെങ്കിലും യേശുക്രിസ്തുവിന്റെ രക്തം ആശ്രയിക്കണമെന്ന് തോന്നുമ്പോൾ നിങ്ങൾ അത് ഏറ്റെടുത്താൽ നിങ്ങളുടെ ജീവിതത്തിലും യേശുവിന്റെ രക്തം ശുദ്ധീകരിച്ച് ഒരു വിടുതൽ തരുവാൻ ഇടയാകും. ഹല്ലേലൂയ. അതുകൊണ്ട് യേശുക്രിസ്തുവിന്റെ രക്തം. അപ്പൊ ഈ യേശുക്രിസ്തു കർത്താവ് നമുക്ക് വേണ്ടി തന്റെ രക്തം തന്ന് വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ദൈവമക്കളായിരിക്കുന്നത് നമ്മൾ ഒരുമിച്ച് ഇവിടെ കൂടിയിരിക്കുന്നത്. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഒന്ന്, യേശുക്രിസ്തുവിന്റെ രക്തം പരിശുദ്ധ രക്തമാണ്. സ്തോത്രം. യേശുക്രിസ്തുവിന്റെ രക്തം ഹല്ലേലൂയ എന്താണ്? പരിശുദ്ധ രക്തമാണ്. നമുക്ക് വായിക്കാം. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിനകത്ത് 20-ാമത്തെ വാക്യം. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിന്റെ 20-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു. ഇവിടെ പറയുന്നത് കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുവാണ്. യേശു യേശു ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് സമാധാനമുണ്ടാക്കി. അപ്പൊ യേശു ക്രിസ്തു മരിച്ച് അവന്റെ ശരീരത്തിൽ നിന്ന് ഒഴുകിയ ഓരോ തുള്ളി രക്തവും മാനവകുലത്തിന് അല്ലെങ്കിൽ സമാധാനം ഉണ്ടാക്കാനാണ്. അങ്ങനെയെങ്കിൽ യേശു ക്രിസ്തു മരിച്ചത് എന്തിനാണ്? ഒന്ന് പറയാം, എന്റെ ജീവിതത്തിൽ സമാധാനം ഉണ്ടാകാനാണ്. ഇന്ന് പകൽക്കാലം ഈ യേശു ക്രിസ്തുവിൽ നിന്റെ ദേഹി ആത്മാവ് ഏൽപ്പിച്ചു കൊടുത്താൽ നിശ്ചയമായിട്ട് ഒരു സമാധാനത്തിന്റെ ആത്മാവ് അല്ലെങ്കിൽ മുഴുവനായി ശുദ്ധീകരിക്കുമെന്ന് പൗലോസ് വിളിച്ചു പറയുന്നത് പോലെ ഒരു ശുദ്ധീകരണം വെളിപ്പെടും യേശുവിന്റെ നാമത്തിൽ. സമാധാനം നമുക്ക് പലപ്പോഴും സമാധാനമില്ല, അല്ലെ? അല്ലെങ്കിൽ പ്രാർത്ഥിക്കും, ആരാധിക്കും, എല്ലാം ചെയ്യും, സമാധാനമില്ല. അപ്പൊ സമാധാനത്തെ കവർന്നുകൊണ്ട് പോകുന്ന അല്ലെങ്കിൽ പൈശാചിക ശക്തികളെ തകർക്കണമെങ്കിൽ ഇന്ന് പകൽക്കാലം യേശു ക്രിസ്തുവിന്റെ രക്തത്തിൽ നീ ആശ്രയിക്കണം. യേശു ക്രിസ്തുവിന്റെ രക്തത്തിൽ ആശ്രയിക്കുമ്പോൾ അല്ലെങ്കിൽ ശത്രു പരാജയപ്പെട്ടു പോകും. ശത്രു ആരാ? എന്റെ ശത്രു ആരാ? അല്ലല്ല, റാഗേലമ്മച്ചിയാണോ? ആണോ? ആരാ റാഗേലമ്മച്ചി? ആരാ? ഇതാ അമ്മച്ചി ആണോ? അല്ല. എന്റെ ശത്രു ആൻസി ആണോ? എന്റെ ശത്രു പാസ്റ്റാണോ? എന്റെ ശത്രു ഡേസിമാമയാണോ? അല്ല. പിന്നെ ആരാണ് എന്റെ ശത്രു? എന്റെ ശത്രു എന്നെ ഒരിക്കൽ ഏദനിൽ നല്ല സൗഭാഗ്യത്തോടെ ഇരുന്ന എന്നെ, അല്ലെങ്കിൽ സൗഭാഗ്യം അല്ലെങ്കിൽ അനുഗ്രഹം നല്ല ഒരു നിറവിന്റെ അനുഭവത്തിയിരുന്ന എന്നെ അതിൽ നിന്ന് പുറത്തു തള്ളിയിട്ട, പുറത്തേക്ക് കൊണ്ടുവന്ന് അസമാധാനത്തിൽ നടത്തിയ ആ പൈശാചിക ശക്തിയോടാണ് എനിക്ക് പോരാട്ടമുള്ളത്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം നിന്റെ സമാധാനത്തെ തകർത്തു കളയുന്ന, സമാധാനം ഭവനത്തിലേക്ക് കൊണ്ടുവരുവാൻ പറ്റാതെ അതിനെ തടസ്സമായി നിൽക്കുന്ന അന്ധകാര ശക്തിയുടെ മേൽ ഇന്ന് പകൽക്കാലം നമുക്ക് ഒരുമിച്ച് യേശു ക്രിസ്തുവിന്റെ പുണ്യാക രക്തം തളിക്കാം. ജീസസ് ക്രൈസ്റ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്. നിന്റെ ഏത് ഭാരമേറിയ വിഷയത്തിലും ഇന്ന് യേശു ക്രിസ്തുവിന്റെ രക്തത്തിൽ പൊതിഞ്ഞ് നീ ഏൽപ്പിക്കെ. ദൈവം ഒരു അത്ഭുതം ചെയ്യും. ദൈവം ഒരു അത്ഭുതം ഇതിനകത്ത് ചെയ്യും. ദൈവം ഇതിനകത്തൊരു അടയാളം ചെയ്യും. ദൈവം ഇതിനകത്തൊരു വിടുതല ചെയ്യും. ഈ ദേശത്ത് നിൽക്കുന്ന അന്ധകാര പാവത്തിന്റെ ശക്തിയുടെ മേൽ യേശുവിന്റെ ശക്തി അവർക്ക് സാറാബുകൾ ആരാധിച്ചതുപോലെ ഇന്ന് പകൽക്കാലം ഒരു ആരാധനയുടെ മഹത്വം ഇതിനകത്ത് വെളിപ്പെടുത്തും.
യേശു ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് എന്തുണ്ടാക്കി? സമാധാനം ഉണ്ടാക്കി. ഇന്ന് പകൽക്കാലം ഒന്ന് ഹൃദയം കൊണ്ട് പറയാമോ? കർത്താവേ, അങ്ങ് ചൊരിഞ്ഞ രക്തം കൊണ്ട് ഒരു സമാധാനം ഉണ്ടാക്കിയെന്നല്ലേ പറഞ്ഞേ? അങ്ങനെയെങ്കിൽ എൻ്റെ ഭവനത്തിനകത്ത്, എൻ്റെ തലമുറയുടെ അകത്ത്, അവരുടെ ഹൃദയത്തിനകത്ത്, അവരുടെ മൈൻഡിനകത്ത്, അവരുടെ ആത്മാവിൽ ആ സമാധാനം ഒന്ന് ഫീൽ ചെയ്യാൻ പ്രാർത്ഥിക്കാമോ? അപ്പൊ സമാധാനം തരുന്നതാണ് യേശു ക്രിസ്തുവിന്റെ രക്തം. ഹല്ലേലൂയ. അപ്പൊ ഇന്ന് പകൽക്കാലം നിങ്ങളുടെ പ്രാർത്ഥന എന്തായിരിക്കണം? ഹല്ലേലൂയ, കർത്താവേ, അങ്ങയുടെ രക്തം ഹല്ലേലൂയ കൊണ്ട് സമാധാനം ഉണ്ടാക്കി. പലരുടെയും രക്തം ഇവിടെ അറിയാലോ, രാഷ്ട്രീയമായിട്ട് ഒത്തിരി കൊലപാതകങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കാറുണ്ട്. അല്ലാതെ ഭവനങ്ങൾ തമ്മിൽ കൊലപാതകങ്ങൾ നടക്കാറുണ്ട്. ഈ രക്തമെല്ലാം പ്രതികാരത്തിന് വേണ്ടി ദാഹിക്കുമ്പോൾ യേശുവിന്റെ രക്തം മാത്രമേ ഉള്ളൂ സമാധാനം തരുന്നത്. യേശുവിന്റെ നാമത്തില് ഇവിടെ അറിയാം, രാഷ്ട്രീയമായിട്ട് ആരെങ്കിലും കൊല്ലപ്പെട്ടാൽ അടുത്ത എതിർ കക്ഷികൾ എന്ത് ചെയ്യും? അതിനെതിരായിട്ട് ഒരു കൊല ചെയ്യുവാനുള്ള പ്ലാൻ ചെയ്യുവല്ല, പദ്ധതി ഒരുക്കം, പ്രകടനം നടത്തും, ഇതെല്ലാം നടത്തും. എന്നാൽ യേശുവിന്റെ രക്തത്തിന്റെ മുമ്പിൽ വരുന്നവർക്ക്, യേശുവിന്റെ രക്തത്തിൽ ആശ്രയിക്കുന്നവർക്ക് ഒരു സമാധാനം ദൈവം തരും. ഈ ദിവസങ്ങളിൽ സമാധാനം അനുഭവിക്കാൻ കഴിയാതെ, സമാധാനമില്ലാതെ ഓടുക, സമാധാനം കിട്ടുവാൻ വേണ്ടി പലർക്കും ആഗ്രഹിക്കുന്നു. സമാധാനം കിട്ടുവാൻ മധ്യശാസ്ത്രത്തിലേക്കോ മറ്റ് ഇതര സ്ഥലങ്ങളിലേക്ക് ഓടുമ്പോൾ ഇന്ന് ആകാശത്തിന് കീഴെ അതിന് ഭൂമിക്ക് മധ്യേ അത് നമുക്ക് വേണ്ടി അങ്ങനെയെങ്കിൽ ഇത് എന്താ? ഒന്ന്, യേശുവിന്റെ രക്തം പരിശുദ്ധ രക്തമാണ്, സമാധാനം ഉണ്ടാക്കുന്ന രക്തമാണ്. ഹല്ലേലൂയ. ഒന്ന് സ്തോത്രം ചെയ്ത് പറഞ്ഞ്, എൻ്റെ ജീവിതത്തെ സമാധാനം തന്നിരിക്കുന്നു. ഇന്ന് ഇപ്പൊ നിങ്ങൾ ഇവിടെ ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഹല്ലേലൂയ സ്തോത്രം, നിങ്ങളുടെ വിഷയം കണ്ടിട്ട് അതിലേക്ക് ഈ സമാധാനം വ്യാപരിക്കണമെന്ന് വിശ്വാസത്തോടെ പ്രഖ്യാപിക്കേ, വിശ്വാസത്തോടെ പ്രഖ്യാപിക്കേ. ഈ ദേശത്ത് സമാധാനം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം രണ്ടുപേർ ആത്മഹത്യ ചെയ്തെന്ന് ഞാൻ അറിയാനിടയായി. ഹല്ലേലൂയ. ആത്മഹത്യ, സമാധാനമില്ല ഏതോ വിഷയത്തില്. ഹല്ലേലൂയ. അവര് ഭാരപ്പെട്ടപ്പോൾ ആ ഭാരം നിരാശയായി വ്യാപരിച്ച് ശരീരത്തിലേക്ക് കയറി, ബുദ്ധിയിലേക്ക് കയറി, ഹൃദയത്തിലേക്ക് കയറി, ഹല്ലേലൂയ, എവിടേക്കോ ഹല്ലേലൂയ തകർന്നു പോകണമെന്ന് ചിന്തിച്ചു. പിന്നെ അത് ആത്മഹത്യയിലേക്ക് പ്രവേശിച്ച് അനേകം മരിക്കുമ്പോൾ ഇന്നോർക്കുക, സമാധാനം തരുന്ന ഒരു യേശു ഉണ്ട്. അങ്ങനെ സമാധാനം തരുന്നതാണ് യേശു ക്രിസ്തുവിന്റെ രക്തം. ഹല്ലേലൂയ സ്തോത്രം. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായത്തിന്റെ 28-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഹല്ലേലൂയ, ഈ പരിശുദ്ധ രക്തത്തെ കുറിച്ച് മത്തായി എഴുതിയിരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഇത് അനേകർക്ക് വേണ്ടി. സ്തോത്രം, സ്തോത്രം. ഇവിടെ ഇരിക്കുന്ന ലാലിയാന്റിക്കോ ഇവിടെ ഇരിക്കുന്ന സാലിയമ്മയ്ക്കോ ഒന്നും അല്ല. ഹല്ലേലൂയ, ഇത് അനേകർക്ക് വേണ്ടി ചൊരിയപ്പെട്ട പുതിയ നിയമത്തിലുള്ള എന്റെ രക്തം. ഇത് അനേകർക്ക് വേണ്ടി പാപമോചനത്തിന് വേണ്ടിയുള്ള. അപ്പൊ പാപമോചനം നേടാൻ നമ്മൾ വേറെ ഒരു ക്രിയകളിലേക്കും പോകേണ്ട ആവശ്യമില്ല. സ്തോത്രം. അപ്പൊ ഇത് അനേകരുടെ പാപം മോചിക്കുവാൻ വേണ്ടിയാണ് യേശുക്രിസ്തുവിന്റെ രക്തം ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്. അപ്പോ പാപമോചനത്തിന് വേണ്ടി നമ്മൾ പല സ്ഥലങ്ങളിൽ പോകാറുണ്ട്. പുണ്യാക സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്. ഹല്ലേലൂയ. നേർച്ച കാഴ്ചകൾ ചെയ്യാറുണ്ട്. പാപത്തിന് ബലികൾ അർപ്പിക്കാറുണ്ട്. ഹല്ലേലൂയ. മനുഷ്യ ബലി പോലും കൊടുക്കുന്ന കാലഘട്ടങ്ങളുണ്ട്. ഹല്ലേലൂയ. ശ്രദ്ധിക്കുന്നുണ്ടോ ഇവിടെ? നിങ്ങൾ ശ്രദ്ധിക്കണം. എനിക്കറിയാം നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ എന്നൊക്കെ. അതിൽ നിങ്ങൾ തിരിഞ്ഞാൽ എനിക്കറിയാം. ഹല്ലേലൂയ സ്തോത്രം. അപ്പം പാപത്തിന് പരിഹാരത്തിന് വേണ്ടി പല മാർഗങ്ങൾ തേടി പോകുമ്പോൾ സൗജന്യമായി ഒരു രക്തം നിൽക്കുക പാപം മോചിക്കുവാൻ. ഇപ്പൊ ഞാൻ പറയാം, ഞാൻ പല സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുള്ള ആളാണ്. അല്ലെങ്കിൽ അവിടെ പോകുമ്പോൾ സമയത്ത് നമുക്കൊരു പാപമോചനത്തിന്റെ ഒരു സ്ഥലമൊക്കെ തോന്നും. അവിടെ ചെല്ലും. നമ്മൾ തിരിച്ചു വരുമ്പോൾ വീണ്ടും പാപത്തിലേക്കാണ് പോകുന്നത്. പാപപ്രവൃത്തിയിലേക്ക് നമ്മൾ പോകുമ്പോൾ
യേശുവിന്റെ രക്തത്തിൽ നീ ആശ്രയിച്ചാൽ, യേശു നിനക്ക് പാപമോചനം തന്നാൽ വീണ്ടും നിന്നെ പാപത്തിലേക്ക് കടത്തി വിടത്തില്ല. ഹല്ലേലൂയ. അങ്ങനെ നിന്റെ പകൽക്കാലം നീ ചെയ്ത പാപങ്ങൾക്ക്, നിന്റെ തലമുറയിലുള്ള പാപങ്ങൾക്ക്, ആ പാപത്തിന്റെ ശക്തിയെ അറിയുവാനോ നീ ശ്രദ്ധിക്കൂ. ഹല്ലേലൂയ. ലൂസിഫർ ഭയപ്പെടുന്ന ഒന്നാണ് യേശുവിന്റെ രക്തം. ഹല്ലേലൂയ. അവന്റെ നിലവുകളിൽ പോലും ചിന്തിക്കുവാൻ കഴിയാത്ത ഒരു പദ്ധതിയായിരുന്നു ദൈവം ഒരുക്കിയത്. ഇന്ന് പകൽക്കാലം ദൈവം പറയുക, ഹല്ലേലൂയ, നീ ചിന്തിക്കുന്നതിന് നിനക്കുന്നതിന് അപ്പുറത്ത് ഒരു ദൈവത്തിന്റെ നാമത്തെ നിന്റെ കുടുംബത്തിനകത്ത് അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം പറയുക, ഇത് അനേകർക്ക് വേണ്ടി യേശുവിന്റെ രക്തം എന്താ നിങ്ങൾ മനസ്സിലാക്കണം. യേശുവിന്റെ രക്തം ഇനി അനേകർക്ക് പാപമോചനത്തിന് വേണ്ടി ചൊരിഞ്ഞ പുതിയ നിയമത്തിന്റെ രക്തമാണ്. ഒരു പുതിയ നിയമമല്ല, ഒരു പുതിയ നിയമം. ഏതോ നിയമത്തെ മാറ്റിയിട്ട്, ഏതോ പദ്ധതിയെ മാറ്റിയിട്ട് ഒരു പുതിയ നിയമമാണ്. പുതിയ പ്രവൃത്തിയല്ല, പുതിയ സ്ഥാപനമല്ല. ഒരു പുതിയ നിയമം, പുതിയൊരു മണ്ഡലം, പുതിയൊരു തലം ഈ യേശുവിന്റെ തട്ടി, അത് യേശുവിന്റെ രക്തം ഓപ്പൺ ചെയ്യണമെന്നില്ല. ആരോ എഴുതി വെച്ച, ആരോ പറഞ്ഞ, ആരോ ഒഴിക്കുക ആ നിയമം മാറ്റിയത് പ്രാർത്ഥിക്കണം. കർത്താവേ, എന്റെ തലമുറയ്ക്ക് നേരെ എഴുതി വെച്ച നിയമം അല്ല, യേശുവിന്റെ നാമത്തിൽ നന്മ കടന്നു വരട്ടെ. ഇവിടെ യേശുവിന്റെ രക്തം പരിശുദ്ധ രക്തമാണെന്ന് നമ്മൾ കണ്ടു. ഒന്ന്, സമാധാനം നൽകുന്നതാണ് യേശുവിന്റെ രക്തം. രണ്ട്, എന്താ പറയുന്നത്, അത് പാപമോചനം തരുന്ന രക്തമാണ്, പാപം മോചിക്കുന്ന രക്തമാണ്. സ്വത്രം പറഞ്ഞത് ഇന്ന് പകൽക്കാലം അറിഞ്ഞോ അറിയാതെയോ ഏതെങ്കിലും നിലയിൽ അല്ലെങ്കിൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിട്ടും ജ്ഞാനപ്പെട്ടിട്ടും അല്ലെങ്കിൽ ജീവിതത്തിനകത്ത് തെറ്റുകൾ വന്നെങ്കിൽ ആ യേശുവിന്റെ രക്തം കൊണ്ട് ഞാൻ ഇന്ന് കഴുകി ശുദ്ധീകരിക്കുവാൻ ആഗ്രഹിക്കുന്നു. ആ യേശുവിന്റെ രക്തം എന്നിലേക്കൊന്ന് ഒഴുകണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാമോ? യേശുവിന്റെ രക്തം ശുദ്ധീകരണം കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പാൻ കഴിയത്തില്ല. ശുദ്ധീകരണം നമുക്ക് വേണം, ശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കണം. അനുദിനം നമ്മൾ ശുദ്ധീകരിക്കപ്പെടുന്നത് ആവശ്യമാണ്. അവിടെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നു. യേശു കർത്താവ് പറഞ്ഞു, ഞാനിപ്പോൾ പോകുന്നു, നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് വരും, ആ പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ വരും, അവൻ നിങ്ങളെ ശക്തിയാൽ നിറയ്ക്കുമെന്നൊക്കെ പറഞ്ഞു. ഏകദേശം 10 ദിവസം അവർ ഒരുങ്ങിയിരുന്നു, അവർ കാത്തിരുന്നു. അതിൽ കേട്ടവർ അനേകര 5500-ൽ പരം ജനം യേശു എൻ്റെ പരിശുദ്ധാത്മാ അല്ലെങ്കിൽ യേശു പരിശുദ്ധാത്മാവിനെ അയക്കുമെന്ന് കേട്ടവരാ. അതിൽ 120 പേര് ഒരുക്കത്തോടിരുന്നു, കാത്തിരുന്നു. ക്രമീകരിക്കേണ്ട മേഖലകളെ ക്രമീകരിച്ചപ്പോൾ അതാ ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി വന്നു. അതാ ആ കാറ്റാണ് ഇന്ന് പകൽക്കാലം അമ്പലമുക്കിലും വന്നിരിക്കുന്നത്. ആ കാറ്റിന്റെ ഹല്ലേലൂയ, സ്തോത്രം. അടുത്തത് മർക്കോസിന്റെ സുവിശേഷം 14:24 വായിക്കാം. യേശുവിന്റെ രക്തം പരിശുദ്ധ രക്തമാണ്. വേഗം എടുക്കണേ. ആരല്ലോ 14:24 ഇവിടെ
യേശുവിന്റെ രക്തത്തെക്കുറിച്ച് എഴുതിയിരിക്കുകയാണ്. ഇത് അനേകർക്ക് വേണ്ടി ആ നിയമത്തിനുള്ള എൻ്റെ രക്തം. ഇന്ന് പകൽക്കാലം പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കൊന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമോ? ഇതുവരെ ശത്രു ഒരുക്കി എല്ലാ നിയമങ്ങളും മാറ്റി പുതുതായിട്ടൊന്ന് എന്നിൽ എഴുതണമേ എന്നൊന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാമോ? ഹല്ലേലൂയ. കർത്താവ് നിന്നെ സ്നേഹിക്കുന്നു. കർത്താവിന്റെ സ്നേഹം ഉള്ളതുകൊണ്ടാണ് ഈ രക്തം നമുക്ക് വേണ്ടി തന്നത്. അത് നിന്നെ ശക്തീകരിക്കുന്നതാണ്, അത് നിന്നെ ബലപ്പെടുത്തുന്നതാണ്, അത് നിന്നെ നിറവേറ്റി കൊണ്ടുപോകുന്നതാണ്. അത് നിന്റെ മുമ്പിൽ സദാലയം. ഒന്ന് കൊരിന്ത്യർ 10-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ യേശുവിന്റെ രക്തം പരിശുദ്ധ രക്തം എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. വായിക്കാമോ? 16. ഫലത്തെ കെട്ടിവെച്ചിരിക്കുന്ന ഒരു മിനിറ്റ് അമ്മ. ഫലം ഉണ്ടാകേണ്ടത്, പക്ഷെ അതിന്റെ ഫലത്തെ അല്ലെങ്കിൽ ആ നന്മയെ കെട്ടിവെച്ചിരിക്കുന്നു എന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. നിങ്ങൾ ശ്രദ്ധിക്കുന്നത് നമ്മളിൽ ഒരാൾ അല്ലെങ്കിൽ രണ്ടുപേരെ കുറിച്ച് ബൈബിൾ നോക്കുകയേ വേണം. നിങ്ങൾ റെഫറൻസ് വേണമെങ്കിൽ എഴുതിയിട്ടോ, വേണ്ടവർക്ക് ഞാൻ പിന്നെ തരാം, എഴുതാൻ പറ്റാത്തവർക്ക് ഞാൻ എഴുതി തരാം, അല്ലെങ്കിൽ പേപ്പർ തരാം, അതിൽ എഴുതിക്കൊണ്ട് പോവാം. സംശയമൊക്കെ അവതരിപ്പിക്കുന്ന ചോദിച്ചാലും മതി. അപ്പോ ഇവിടെ പറയുന്നത് ഫലം ഉണ്ട്. പക്ഷേ ഫലമുണ്ട്, പക്ഷെ ഈ ഫലത്തെ കെട്ടിവെച്ചിരിക്കും. ഒരു കൂടിനകത്ത് അല്ലെങ്കിൽ ചില്ലു ഇട്ട് വെച്ചിരിക്കുക, നമുക്ക് കാണാനേ പറ്റുന്നു. അത് നമ്മുടെ കരങ്ങളിലേക്ക് എടുക്കാൻ കഴിയാം. കെട്ടിയത് ഇന്ന് അഴിക്കുന്ന പരിശുദ്ധമാണ്. അത് നിങ്ങളുടെ കുടുംബത്തിൽ ഞാൻ യേശുവിന്റെ രക്തത്തെ കൊണ്ട് പറയുമ്പോൾ ഗോത്രം കാലത്തെ കെട്ടിവെച്ചിരിക്കും. തലമുറയുടെ കുടുംബത്തിന്റെ ആ കെട്ടിനെ നിന്റെ തലമുറയുടെ നന്മ നീ അനുഭവിക്കും. അത് തലമുറയ്ക്ക് നന്മ ഉണ്ടാകും. തലമുറയിൽ ദൈവപ്രവൃത്തി വെളിപ്പെടും. അപ്പോൾ ഇവിടെ പറയാണ് 1 കൊരിന്ത്യർ 10:16 പറയാണ്. ഒന്ന് വായിച്ചാ മമ്മേ. നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം ക്രിസ്തുയേശുവിന്റെ രക്തത്തിന്റെ കൂട്ടായ്മയല്ലേ? ഹല്ലേലൂയ. അപ്പൊ ക്രിസ്തുയേശുവിന്റെ രക്തത്തിന്റെ കൂട്ടായ്മയാണ്. നാളെ ക്രിസ്തുയേശുവിനോടൊന്നും ഒന്നല്ലേ? ഹല്ലേലൂയ. അവർക്ക് സന്ദേശമുണ്ട്, അന്നേരം അതിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കണം. അപ്പൊ ഒരു രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ഒരു കൂട്ടായ്മയാണ് ഇത്. ഹല്ലേലൂയ. ഇത് യേശു ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ അവയവമാണെങ്കിൽ ഓരോ ഭാഗമാണ്. യേശു നമുക്ക് വേണ്ടി, മാനവകുലത്തിനു വേണ്ടി നുറുക്കപ്പെട്ടു. യേശു കർത്താവ് എപ്പോ വരും? ചോദ്യം. യേശു കർത്താവ് എപ്പോ വരും? സഹോദരി പറയോ? യേശു കർത്താവ് എപ്പോ വരും? അമ്മച്ചി പറഞ്ഞു ഇപ്പൊ വരണ്ടെന്ന്. അമ്മച്ചിക്ക് ആയുസ് 40 വർഷത്തോട് നീട്ടിക്കൊടുത്തേക്കോ ദൈവം. അപ്പൊ അത് കഴിഞ്ഞിട്ട് വന്നാൽ മതി എന്ന്. ഹല്ലേലൂയ. സത്രം പറയാം. യേശു അങ്ങനെയൊക്കെ വരും, കള്ളനെ പോലെ. എന്നുവെച്ചാൽ കള്ളനായിട്ടല്ല വരുന്നത്, കള്ളനായിട്ടുമല്ല വരുന്നത്. ഹല്ലേലൂയ. കള്ളൻ എങ്ങനെ പമ്മി വരുന്ന പോലെ ആരും അറിയാത്ത ഒരു സമയത്ത് വരും എന്നൊക്കെയാണ് പറയുന്നത്. യേശു എപ്പോൾ വരും? യേശു വരാത്തതിന്റെ ഉത്തരവാദിത്വം നിങ്ങൾക്ക് ഓരോരുത്തർക്കും എനിക്കുമുണ്ട്. രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ടവർക്കെല്ലാം ഉണ്ട്. രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ടവർ കൈവക്കിക്ക്. പാസ്റ്റർമാർ നോക്കണ്ട. നീ പാസ്റ്ററായ സ്വത്രം പാസ്റ്ററായി. ഹല്ലേലൂയ. അപ്പോ അല്ലേ? അപ്പൊ അതിന്റെ ഉത്തരവാദിത്വം ആർക്കാ ഉള്ളത്? രക്ഷിക്കപ്പെട്ടവർക്കാണ്. യേശുവിന്റെ വരവിന്റെ താമസത്തിന് കാരണം ഞാനും നിങ്ങൾ ഓരോരുത്തരാണ്. എങ്ങനെയാണ് തെളിയിക്കാം? നമുക്ക് വേണ്ടി ഈ ശരീരം ഞുറുക്കപ്പെട്ടു. ഇത് മാനവകുലത്തിന് വേണ്ടി ഞുറുക്കപ്പെട്ടു. മനസ്സിലായോ? ഇത് ഓരോരുത്തരുടെ എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. ഇത് അനേകരുടെ പാപമോചനത്തിന് വേണ്ടി നിൽക്കുക. ഹല്ലേലൂയ. ഈ ശരീരം ഞുറുക്കപ്പെട്ടു. ഞാൻ പറയാം, ഒരു ഫോട്ടോ വലിച്ച് അതിനെ ഞുറുക്കി ഇട്ട് കഴിഞ്ഞാൽ ഇത് എന്ന് കൂടി യോജിക്കുന്നുവോ അന്നേ അതൊരു പൂർണ്ണ ഫോട്ടോ ആയി മാറത്തുള്ളൂ. യേശു ലോകത്തിന്റെ
രക്ഷയ്ക്ക് വേണ്ടി തൻ്റെ ശരീരം ഞുറുക്കപ്പെടുത്തി. ഇത് ഭൂമിയിൽ നിൽക്കുക പ്രിയപ്പെട്ടവരെ. അങ്ങനെയെങ്കിൽ ഇതിൻ്റെ ഇപ്പോൾ ഒരു ഭാഗം മൊത്തം വന്നെന്ന് വെച്ചു, ബാക്കി ഭാഗങ്ങൾ വരണമെങ്കിൽ ഇത് ഓരോരുത്തർക്കും വേണ്ടി നിൽക്കുക. അവർ സഭയുടെ അകത്ത് വരണം, അവർ കർത്താവിനെ അറിഞ്ഞു വരണം. കർത്താവിനെ അറിയണമെങ്കിൽ ആര് പ്രവർത്തിക്കണം? ആരാ പ്രവർത്തിക്കുന്നത്? നമ്മൾ പറഞ്ഞാലോ ഞാൻ നമ്മൾ പ്രവർത്തിക്കും, ഞാൻ ആ മക്കളെ കൊണ്ടുവരും, ഞാൻ സഭയെ കൊണ്ടുവരും. കൊണ്ടുവന്നവര് നട്ടിട്ട് തന്നെ പോകണം. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ ഒന്ന് പറയാം, ഒരു തീരുമാനമെടുക്കാൻ ഈ ഉപവാസത്തിൽ നമ്മൾ ഭയങ്കര ഉപവാസമല്ലേ, നമ്മുടെ ഭൗതിക വിഷയങ്ങളൊക്കെ വെച്ചാൽ നമ്മൾ പ്രാർത്ഥിക്കുക ഉപവസിക്കുകയൊക്കെ ചെയ്യുന്നു, ദേശത്ത് വിടുന്നതിന് വേണ്ടി എല്ലാം ഒത്തിരി വിഷയം വെച്ചിട്ടുണ്ടാകാം. ഒരു തീരുമാനം എടുക്കാൻ, കർത്താവെ ആയുസ്സും ആരോഗ്യവും തന്നാൽ, കർത്താവിൻ്റെ വരവ് താമസമാണെങ്കിൽ ഞാൻ സഭയുടെ അകത്ത് ഇത്ര ആത്മാക്കളെ കൊണ്ടുവരാമെന്ന് ധൈര്യം ഒന്ന് തുടർന്ന് പറയാൻ പറ്റുമോ? പറയുമോ? അൻസു പറയോ? പറയും. അൻസിൻ്റെ അമ്മ പറയോ? പറയും. അങ്ങോട്ട് പറയും. ലീലാൻറ്റി പറയോ? പറയും. ഒന്ന് പറയാമോ? പറയാൻ പറ്റുമോ? പറയോ? കർത്താവേ ആയുസ്സും ആരോഗ്യം തന്നാൽ, കൃപ തന്നാൽ, ഹല്ലേലൂയ, ഞാൻ പോകുന്ന ആരാധിക്കുന്ന ആലയത്തിലേക്ക് ഒരു കൂട്ടം ആത്മാക്കളെ കൊണ്ടുവരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കർത്താവേ, ഹല്ലേലൂയ. നിങ്ങളെ നമ്പരൊന്നും പറഞ്ഞ് പ്രാർത്ഥിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. കർത്താവേ, അതിനുള്ള കൃപത ഞാൻ പറയുമ്പോൾ, വചനം പറയുമ്പോൾ, സുവിശേഷം പറയുമ്പോൾ അവരെ യേശുവിലേക്ക് അടുക്കുവാൻ, അല്ലെങ്കിൽ കൂട്ടായ്മയിൽ വളരുവാൻ, നിലനിൽക്കുവാൻ വേണ്ടി നിങ്ങളൊന്ന് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ പ്രാർത്ഥനയുടെ തലങ്ങളെല്ലാം മാറ്റിയിട്ട് നിങ്ങൾ സഭയിൽ വരുന്ന ജനം ഉറച്ചു നിൽക്കുവാനും അവർക്ക് വിടുതൽ നടക്കാനും അവരുടെ മേൽ ദൈവത്തിന്റെ പ്രവൃത്തി നടക്കുവാനും ദേശത്ത് അനേകർക്ക് അനുഗ്രഹമായി തീരുവാൻ വേണ്ടി നിങ്ങളുടെ പ്രാർത്ഥന ഉയർത്തുന്നെങ്കിൽ ഈ സഭയുടെ അകത്ത് ചില കുടുംബങ്ങളെ ഹല്ലേലൂയ ഹല്ലേലൂയ ദൈവം ഹല്ലേലൂയ ആദ്യത്തെ ഘട്ടത്തിൽ 4 കുടുംബങ്ങളെ ദൈവം ഇതിനകത്ത് കൊണ്ടുവന്നു. ആലോചന പറയോ? ഒരു കാവൽ ദൂതൻ ഇവിടെ ഉണ്ടാവും. സ്വത്രം ചെയ്യാമോ? വിശ്വസിക്കാമോ? ഒരു കാവൽ ദൂതൻ ഇതിലേക്ക് കയറി വരുന്ന അധർമ്മമൂർത്തിയുടെ യാവാനത്തെ തടുക്കുവാൻ ഒരു കാവൽ ദൂതൻ നിർത്തുമെന്ന് പരിശുദ്ധാത്മാ പറയുന്നു. ഇപ്പോഴത്തെ ഈ അവസ്ഥകളൊന്നും നിങ്ങൾ നോക്കണ്ട. ഹല്ലേലൂയ, ഇതിനകത്തൊരു വിശാലതയുണ്ട്. ഹല്ലേലൂയ, സ്വത്രം. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇവിടെ പറയാണ്, എന്താണ് പറയുന്നത്? ഇത് അനേകർ വായിച്ചാൽ നമ്മൾ അനുഗ്രഹപാത്രം ക്രിസ്തുവിന്റെ രക്തത്തിന്റെ കൂട്ടായ്മയല്ലോ. അപ്പൊ നമ്മളിവിടെ നാളെ അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രത്തിന്റെ കൂട്ടായ്മ അനുഭവിക്കുന്നത് നിങ്ങൾ ഓരോരുത്തരും. അപ്പോൾ നിങ്ങൾ നല്ല സ്നേഹമുള്ളവരായിരിക്കണം, നല്ല ഒരുക്കമുള്ളവരായിരിക്കണം, പരസ്പരം തമ്മിൽ പ്രാർത്ഥിക്കുവാൻ കഴിയുന്നവരായിരിക്കണം, മറ്റുള്ളവരെ കൂട്ടിച്ചേർക്കുന്നവരായിരിക്കണം, മറ്റുള്ളവരുടെ പ്രയാസങ്ങൾക്ക് വേണ്ടി പോയിരുന്നവരെ ആശ്വസിപ്പിക്കുകയും ബലപ്പെടുത്തുകയും അവർക്ക് വേണ്ടത് ചെയ്യുവാൻ കഴിയുമെങ്കിൽ ചെയ്യുന്നവരുമായി തീരുമാനം. ഹല്ലേലൂയ, നമ്മുടെ കൈ കുറുകി പോകരുത്. ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടേത് നിറയണമെന്നുള്ള ആഗ്രഹമല്ല. എല്ലാവരും ക്രിസ്തുയേശുവിൽ അനുഗ്രഹം പ്രാപിക്കണം, എല്ലാവരും ക്രിസ്തുയേശുവിൽ വളരണം, എല്ലാവരുടെ ജീവിതത്തിൽ സമാധാനം ഉണ്ടാകണം എന്ന് പ്രാർത്ഥിക്കുന്നവരായി തീരണം നമ്മൾ ഓരോരുത്തരും. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം നമുക്കൊരു മാറ്റം ദൈവം തരാൻ പോവുക. യോബ് തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ തന്റെ സ്ഥിതിക്ക് ഭേദം വന്നെങ്കിൽ ഇന്ന് പകൽക്കാലം നിന്റെ പ്രാർത്ഥന ഫലം അനേകർക്ക് വേണ്ടി വിവാഹ ജീവിതവുമായി സമയമായിട്ടും വിവാഹ കാര്യങ്ങൾ ക്രമീകരിക്കാതെ അത് നടക്കാതെ നിൽക്കുന്ന ചില കുടുംബങ്ങളെ ദൈവാത്മാവ് കാണിക്കുന്നു. അങ്ങനെയുള്ള ചില കുടുംബങ്ങളെ ദൈവം ഇതിനകത്ത് കൊണ്ടുവരുമെന്ന് പരിശുദ്ധ പറയുന്നു. ധൈര്യത്തോടെ നിൽക്കുക, ധൈര്യത്തോടെ നിൽക്കുക. ഇതിനകത്ത് ദൈവം പ്രവർത്തിക്കുമെന്ന് ആത്മാവാലോചന പറയുക. അപ്പൊ യേശുവിന്റെ ശരീരത്തിന്റെ ഓരോ ഭാഗം ഇവിടെ ഓരോരുത്തരുടെ തലയുടെ മുകളിൽ നിൽക്കുക. അവരോട് നിങ്ങൾ സുവിശേഷം പറയുമ്പോൾ ഹല്ലേലൂയ ആ യേശുവിന്റെ ശരീരത്തിന്റെ ഭാഗം അവർ ഉള്ളിലേക്ക് ചെല്ലും. അങ്ങനെ ഒരു പൂർത്തീകരണം വരുമ്പോൾ മാത്രമേ യേശു കർത്താവ് മധ്യാകാശത്തിലെത്തുള്ളൂ. അതിന്റെ ഉത്തരവാദിത്വം ആരാണ്? ഞാനും നിങ്ങളുമാണ് ഓർത്തുകൊള്ളുക. അതുകൊണ്ട് സകല ജനവും രക്ഷിക്കപ്പെടണമെന്നും സകല ജനവും
സകലജനവും ഈ നിത്യ നാശത്തിൽ നിന്ന് വിടുതല പ്രാപിച്ച് സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കണമെന്നുള്ള ആഹ്വാനമാണ് യേശു ക്രിസ്തുവിന്റെ രക്തം നമ്മളെ വിളിച്ചറിയിക്കുന്നത്. ഹല്ലേലൂയ. ഇവിടെ നോക്കണമേ പ്രിയപ്പെട്ടവരെ, യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായത്തിന്റെ 34-ാമത്തെ വാക്യം വായിക്കുമ്പോൾ യേശുവിന്റെ രക്തം പരിശുദ്ധ രക്തം എന്ന് കാണുവാൻ കഴിയുന്നു. ഒരാൾക്കും വിട്ടുകളയാൻ കഴിയത്തില്ല യേശുവിന്റെ രക്തത്തെക്കുറിച്ച്. ഹല്ലേലൂയ. ഒരു സഭയ്ക്കും വിട്ടുകളയാൻ പറ്റത്തില്ല യേശുവിന്റെ രക്തത്തെക്കുറിച്ച്. ഒരു വിശ്വാസി കൂട്ടായ്മയ്ക്ക് പോലും ഹല്ലേലൂയ യേശുവിന്റെ രക്തത്തെക്കുറിച്ച് പറയാതിരിക്കാൻ കഴിയത്തില്ല. യേശുവിന്റെ രക്തം ഉള്ളതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഇന്ന് പകൽക്കാല ഹല്ലേലൂയ ആരാധിക്കുവാൻ കടന്നു വരുവാൻ കഴിഞ്ഞത്. എങ്കിലും പടയാളികളിൽ ഒരുത്തൻ കുന്തം കൊണ്ട് അവന്റെ വിലാപ്പുറത്ത് കുത്തി. എങ്കിലും പടയാളികളിൽ ഒരുവൻ ക്രൂശിൽ കിടക്കുന്ന യേശുവിന്റെ കുന്തം കൊണ്ട് ഒരു പടയാളി കുന്തം കൊണ്ട് യേശു ക്രിസ്തുവിന്റെ വിലാപപ്പുറത്ത് കുത്തി. ഉടനെ രക്തവും വെള്ളവും പുറപ്പെട്ടു. ഉടനെ രക്തവും വെള്ളം പുറപ്പെട്ടു. ഇത് കണ്ടവൻ സാക്ഷ്യം പറഞ്ഞിരിക്കുന്നു. അവന്റെ സാക്ഷ്യം സത്യമാകുന്നു. അപ്പോൾ ഇത് യേശുവിന്റെ രക്തമാണ്. അതിൽ ഒരു മനുഷ്യനെ, ഒരു വ്യക്തിയെ, അതിൽ എന്നെ ഒരാളെ സാംസന് എന്നെ ഇപ്പൊ ഒരു കത്തി എടുത്ത് അങ്ങ് വെട്ടിയെന്ന് വെച്ചു, കഴുത്ത് വെട്ടി. സാംസനാകുമ്പോൾ കുഴപ്പമില്ല, വെട്ടണ്ടായിരുന്നു. ഭാഷ അവിടെ നിന്ന് പറഞ്ഞ് വെട്ടണ്ടായിരുന്നു സാംസൺ, അല്ലെങ്കിൽ അവൻ വെട്ടത്തില്ല. അല്ലല്ല, അപ്പൊ വെട്ടി. അപ്പോൾ എന്താ, ഞാനിവിടെ വീണു തല വേറെ ശരീരം വേറെ. എൻ്റെ ശരീരത്തിൽ നിന്ന് രക്തം മുഴുവനും വാർന്നു, അല്ലേ? വാർന്ന് മൊത്തം പോയി. ഹല്ലേലൂയ, സ്തോത്രം. എന്നിട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ, പരിശോധിച്ച് നോക്കുവാണെങ്കിൽ രക്തത്തിന്റെ ഹല്ലേലൂയ അറകളിൽ, അല്ലെ ഹൃദയത്തിന്റെ അറകളിൽ, ആ ധമനികളിൽ ഹല്ലേലൂയ 3.5 അംശം ബ്ലഡ് ശേഖരിക്കും. അത് വെളിയിൽ പോകത്തില്ല. ഇവിടെ നോക്കണമേ, നമുക്ക് വേണ്ടി ജീവൻ വെച്ച് തരാൻ വന്ന യേശു ക്രിസ്തു, ഹല്ലേലൂയ, അവന്റെ വിലാപപ്പുറത്ത് കൊത്തിയപ്പോൾ സകല രക്തവും അവനായി കഴിഞ്ഞില്ല. അവൻ എനിക്കും നിനക്കും വേണ്ടി മാനത്തെ തകർക്കുന്ന, മാനത്തെ ചോദ്യം ചെയ്യുന്ന സകല പൈശാചിക മണ്ഡലത്തിന് മേൽ ഇന്ന് യേശുവിന്റെ രക്തം ഞാൻ തളിക്കുകയോ. ഹല്ലേലൂയ. ഇവിടെ നോക്കണമേ, വിലാപപ്പുറത്ത് കുത്തിയപ്പോൾ അവന്റെ വിലാപപ്പുറത്തുനിന്ന് രക്തവും വെള്ളം, അവസാനത്തുള്ളി രക്തവും വന്നു. അല്ലെങ്കിൽ ഈ ലോകത്തിലെ മനുഷ്യനെ കൊന്നു കഴിയുമ്പോൾ, അല്ലെങ്കിൽ രാഷ്ട്രീയത്തിന് വേണ്ടി മരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഏതെങ്കിലും ആവശ്യത്തിന് വേണ്ടി മരിക്കുമ്പോഴും ഓർക്കണം, അവന്റെ രക്തത്തിന്റെ അറകളിൽ, അല്ലെങ്കിൽ ഹൃദയത്തിന്റെ അറകളിൽ, അല്ലെങ്കിൽ ആ ധമനികളിൽ 3.5 അംശം ബ്ലഡ് ശേഖരിച്ചു വെക്കുന്നു അവനായിട്ട്. അങ്ങനെ എന്റെ കർത്താവ് ഒന്നും ശേഖരിച്ചു വെച്ചിട്ടില്ല. അവന്റെ സഭയ്ക്കെല്ലാം കൊടുത്തിരിക്കുന്നു. എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവായിരിക്കുന്ന ക്രിസ്തു യേശുവിന്റെ ശരീരമായിരിക്കുന്നു സഭയ്ക്ക് കൊടുത്തിരിക്കുന്നു. ഒരു നിറവ് സഭയുടെ അകത്ത് വെളിപ്പെടാൻ പോകുക. ആത്മാവിന്റെ ഒരു നിറവ് സഭയുടെ അകത്ത് വെളിപ്പെടാൻ പോകുന്നു. ആത്മാവിന്റെ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്നും ഇന്ന് പകൽക്കാലം എല്ലാത്തിലും എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവായിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ ശരീരമായിരിക്കുന്ന നിന്റെ മേൽ ഒരു നിറവ് വ്യാപിക്കാൻ പോവുകയാണ്. അത് എങ്ങനെ നിറവ്? അത് വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്നും തിരുവഴുത്ത് പറയപ്പെടുന്ന ജീവ ജല നാടികൾ ഈ ചർച്ചിനകത്ത് 4 മേഖലകളിൽ നിന്ന്
ഹല്ലേലൂയ, ആത്മാക്കൾ കടന്നു വരുമെന്ന് പരിശുദ്ധാത്മാവ് ആലോചന പറയുന്നു. ഹല്ലേലൂയ, നാല് സ്ഥലത്തുനിന്ന് പരിശുദ്ധാത്മാവ് കടന്നു വരും. പരിശുദ്ധാത്മാവ് പറയുന്നു 4 സ്ഥലത്തുനിന്ന് ആത്മാക്കൾ കടന്നു വരുമെന്ന്. മരിക്കണമെന്ന് പറഞ്ഞിരിക്കുന്ന, ഇനി മരിച്ചാ മതി എന്ന് പറയുന്ന ആ വിഷയമായി ഭാരപ്പെടുന്നവരുടെ മേൽ ഇന്ന് യേശുവിന്റെ രക്തം വ്യാപരിക്കുക. ഓ നിരാശ കൊണ്ടുവരുന്ന, ഭാരം കൊണ്ടുവരുന്ന അനുഭവങ്ങളെല്ലാം ഇന്ന് ഞാൻ പ്രാർത്ഥിക്കുക. അപ്പോൾ നമ്മൾ കണ്ടു, ഒന്ന്, യേശു ക്രിസ്തുവിന്റെ രക്തം എന്താ പ്രിയപ്പെട്ടവര്? ഒന്ന്, സമാധാനം തരുന്നു. 2, എന്താ? പാപം മോചിക്കുന്നു. 3, ഇത് അനുഗ്രഹപാത്രമാണ്, കൂട്ടായ്മ. ഇതൊരു അനുഗ്രഹ കൂട്ടായ്മയാണ്. യേശുവിന്റെ രക്തത്താൽ അതുണ്ടായത്. ഹല്ലേലൂയ, സ്തോത്രം. യേശുവിന്റെ രക്തം അവസാന രക്തവും തന്നു. അത് വേറൊരു ഭാഗത്ത് വായിക്കുമ്പോൾ ആ യേശുവിന്റെ രക്തം പിലാപ്പുറത്ത് കുത്തിയപ്പോൾ ആ യേശുവിന്റെ രക്തം ആ കുത്തിയവന്റെ കാഴ്ചയില്ലാത്തല്ലേ, ഒരു കണ്ണ് കാഴ്ച അല്ലേ, പക്ഷെ കാഴ്ചയില്ലാത്തവനായിരുന്നു. അവന്റെ കണ്ണിൽ വീണപ്പോൾ ഹല്ലേലൂയ, അവന്റെ കണ്ണിന് കാഴ്ച ലഭിച്ചു. അങ്ങനെയെങ്കിൽ യേശുവിന്റെ രക്തത്തിന് സൗഖ്യമാക്കുവാനോ കുത്തിയവൻ അവസാനത്തെ കുത്തുകുത്തുമ്പോഴും ഹല്ലേലൂയ, അവനോട് വിരോധം വെക്കാതെ, അവനോട് പക കാണിക്കാതെ, ഹല്ലേലൂയ, ആ രക്തം അവന്റെ കണ്ണിൽ തളിക്കപ്പെട്ടപ്പോൾ അവന് കാഴ്ച കൊടുത്തു. അന്ന് വീണു സാക്ഷ്യം, ഇവൻ സാക്ഷാൽ ദൈവപുത്രൻ. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ കണ്ടു, ഹല്ലേലൂയ, സംരക്ഷിക്കുന്ന രക്തമാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ, കുത്തിയപ്പോൾ ഒഴുകിയ രക്തം എന്ത് ചെയ്തു? സൗഖ്യമാണ്. പ്രാർത്ഥിക്കണം. നിങ്ങൾക്ക് രോഗം വരുമ്പോൾ ഹല്ലേലൂയ, ആ സ്ഥലത്തോട് പറയണം, കർത്താവേ, ഈ രക്തം അനേകരെ സൗഖ്യമാക്കിയതാണ്, അതുകൊണ്ട് എന്നെ സൗഖ്യമാക്കണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം. നിങ്ങൾ മുമ്പിരിക്കുന്ന യേശുവിന്റെ രക്തം നിങ്ങളെ സൗഖ്യമാക്കുന്നു. യേശുവിന്റെ നാമത്തിൽ സൗഖ്യമുണ്ട്, യേശുവിന്റെ വചനത്തിൽ സൗഖ്യമുണ്ട്, യേശുവിന്റെ രക്തത്തിൽ സൗഖ്യമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്തായിരുന്നു? 1, ഇത് പരിശുദ്ധ രക്തമാണ്. 2, സംരക്ഷിക്കുന്ന രക്തം. ഈ വയറിന്റെ അടിഭാഗമായിട്ട് ഹല്ലേലൂയ, വേദനയോ അല്ലെങ്കിൽ അതുപോലെ അസ്വസ്ഥപ്പെടുന്ന വിഷയത്തിന് ദൈവം വിടുതൽ തരും. ദൈവം സൗഖ്യം തരും. ഈ രക്തത്തിന് സൗഖ്യം തരുവാൻ കഴിയും. നിന്റെ ഏത് രോഗത്തെ, ഏത് ഭാരത്തെയും സൗഖ്യമാക്കുവാൻ കഴിയുന്ന യേശുവിന്റെ രക്തത്തിന് കഴിയും. ഇത് ഈ രക്തത്തിന് എന്താ? സംരക്ഷിക്കുവാൻ കഴിയുന്ന രക്തം. അപ്പൊ സംരക്ഷിക്കണമെങ്കിൽ, നിങ്ങളെ സംരക്ഷിക്കണമെങ്കിൽ, നിങ്ങളുടെ തലമുറ സംരക്ഷിക്കണമെങ്കിൽ, നിങ്ങളുടെ ഭവനത്തെ സംരക്ഷിക്കണമെങ്കിൽ, നിങ്ങളുടെ ദേശത്തെ സംരക്ഷിക്കണമെങ്കിൽ യേശുവിൻ്റെ രക്തത്തെ ആശ്രയിക്കണം. അതേതാ വചനം നമുക്ക് വായിക്കാം? പുറപ്പാടിൻ്റെ പുസ്തകം, പുറപ്പാട് 12-ാം അധ്യായത്തിൻ്റെ 13, 22 ഈ വാക്യങ്ങൾ വായിക്കാം. 13 വായിച്ചു കഴിഞ്ഞാൽ 22 വായിക്കാം. ആദ്യം 13 വായിക്കാം. എന്താ മോമേ? 12-ന്റെ 13. പുറപ്പാടിന്റെ പുസ്തകം 12-ന്റെ. നിങ്ങൾ പാർക്കുന്ന വീടുകളിൽ രക്തം അടയാളമായിരിക്കും. കടന്നു പോകും. ഞാൻ മിസ്രൈം ദേശത്ത് വാദിക്കുന്ന വാദങ്ങളൊന്നും നിന്റെ ഭവനത്തിൽ കടന്നവരായിരിക്കണമെങ്കിൽ നീ യേശുവിന്റെ രക്തം മുദ്രയിടണം. അതവിടെ പറയുന്നത് പഴയ നിയമത്തിൽ പറയുമ്പോൾ ഹല്ലേലൂയ മുദ്രയിട്ടു, അല്ലെങ്കിൽ കട്ടളപ്പള്ളിയിൽ ആ രക്തം തളിച്ചു, സംഹാരദൂതൻ കടന്നു വരുമ്പോൾ മാറിപ്പോകും എന്നാണ്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഈ യേശുവിന്റെ രക്തം കൊണ്ട് മുദ്രയിടണം. എങ്ങനെ മുദ്രയിടണം? അതാണ് എൻ്റെ വിഷയം. എങ്ങനെയാണ് മുദ്രയിടേണ്ടത്? പറഞ്ഞു, ഒരാൾ പറഞ്ഞു മുദ്രയിടേണ്ടത്. പറഞ്ഞു
ആഹാ, മുദ്രയിടുക എന്ന് പറഞ്ഞാൽ നമ്മൾ യേശുവിൻ്റെ രക്തം കൊണ്ട് മുദ്രയിടുന്നു. കർത്താവ് ഈ ഭവനത്തെ യേശുവിൻ്റെ രക്തം കൊണ്ട് മുദ്രയിടുന്നു, ഈ കുടുംബത്തെ യേശുവിൻ്റെ രക്തത്തെ കൊണ്ട് മുദ്രയിടുന്നു. അല്ലെങ്കിൽ ചിലർ പ്രാർത്ഥിക്കുമ്പോൾ പൈശാചിക ശക്തിയോട് പോരാടുന്നതിന് മുമ്പ് അവരുടെ കുടുംബത്തെയും തലമുറയെ യേശുവിൻ്റെ രക്തം കൊണ്ട് മുദ്രയിടുന്നു പറഞ്ഞു. എന്നാൽ അതിനെ കുറച്ചുകൂടെ ആഴത്തിൽ നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ യേശുവിൻ്റെ രക്തം കൊണ്ട് മുദ്രയിടണം എന്ന് പറഞ്ഞാൽ തൊട്ടു മുദ്രയിടണം. എന്താ മുദ്രയിടുന്ന പറയുന്നതിനേക്കാൾ അത് തൊട്ടുക. യേശുവിന്റെ രക്തം കൊണ്ട് മുദ്രയിടുന്നു, യേശുവിന്റെ രക്തം കൊണ്ട് മുദ്രയിടുന്നു, യേശുവിന്റെ രക്തം കൊണ്ട് മുദ്രയിടുന്നു. അങ്ങനെ ചെയ്യുന്നതാണ് പവർ. സ്വത്രം 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 സ്വത്രം. അല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പറയും യേശുവിന്റെ രക്തം കൊണ്ട് മുദ്രയിടുന്നു കർത്താവേ എന്ന് പറയും. അല്ലെങ്കിൽ എപ്പോഴും പോകുന്നെങ്കിൽ, ഏത് സ്ഥലത്തേക്ക് നിങ്ങൾ പോകുന്നെങ്കിൽ ഹല്ലേലൂയ യേശുവിന്റെ രക്തം കൊണ്ട് ഞാൻ മുദ്രയിടുന്നു എന്ന് പറഞ്ഞ് മുദ്രയിടണം. ഹല്ലേലൂയ. ഞാൻ അതിന്റെ കൂട്ടത്തിൽ വചനം കൂടി കേട്ടു. വചനം കൊണ്ട് രക്തം കൊണ്ട് മുദ്രയിടുന്നു ശരിയോ തെറ്റൊന്നും എനിക്കറിയില്ല. എന്റെ വിശ്വാസത്തിൽ ഞാനങ്ങ് ചെയ്തു. പക്ഷെ മുദ്രയിടുന്നത് ശരിയാണ്. ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ ഒരു ദിവസം ദൈവം ആലോചന വന്നു, യേശുവിന്റെ രക്തം കൊണ്ട് മുദ്രയിടണമെന്ന്. തൊട്ട് മുദ്രയിടണമെന്ന്. ഇന്ന് പകൽക്കാലം യേശുവിന്റെ രക്തം കൊണ്ട് മുദ്രയിടണം. രണ്ടാമത്തെ ഒരു വിഷയം കൂടി നിങ്ങൾക്ക് ഈ വചനത്തിലൂടെ അല്ല, എന്നാൽ എന്നെ ഓർമ്മപ്പെടുത്തുന്നതോടെ ഞാൻ പറയാം. നിങ്ങളുടെ മുമ്പിൽ വരുന്ന ഏത് ഭക്ഷണവും നിങ്ങൾക്ക് കഴിക്കാം. എന്നാൽ ഹല്ലേലൂയ സ്വത്രം. ഏത് ഭക്ഷണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ, ഹല്ലേലൂയ കഴിക്കാത്ത ഭക്ഷണങ്ങളുണ്ട്. ഹല്ലേലൂയ. എന്നാൽ ഏത് ഭക്ഷണവും കടകളിൽ നിന്ന് കിട്ടുമ്പോഴും ഭവനങ്ങളിൽ നിന്ന് കിട്ടുമ്പോഴും സക കുടുംബങ്ങളിൽ നിന്ന് കിട്ടുമ്പോഴും ഹല്ലേലൂയ നിങ്ങൾ പ്രാർത്ഥിച്ച് കഴിക്കണം. നിങ്ങൾ പ്രാർത്ഥിക്കാറുണ്ടല്ലോ. ആരാ പ്രാർത്ഥിക്കാറുള്ളത്? ആരാ പ്രാർത്ഥിക്കുന്നത്? പ്രാർത്ഥിക്കാറുണ്ടോ? നമ്മൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ ഈ ഭക്ഷണം തന്നതിനായി സ്തോത്രം. മുഖാന്തരങ്ങൾ ഒരിക്കൽ കരങ്ങളെ അനുഗ്രഹിക്കും. നാളെ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഇതായിരിക്കും പ്രാർത്ഥിക്കുന്നത്. ഹല്ലേലൂയ. ഇവിടെ ഭക്ഷണം ഉണ്ടെങ്കിൽ ഹല്ലേലൂയ കർത്താവേ മുഖാന്തരങ്ങൾ ഒരിക്കൽ കരങ്ങളെ അനുഗ്രഹിക്കണം, സഭയെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞാൽ. പക്ഷേ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാമോ? ഇതിൽ പോരാടുന്ന സകല പോരുകളെ യേശുവിന്റെ നാമത്തെ ശാസിക്കുന്നു എന്ന് പറഞ്ഞ് ആ ഭക്ഷണമേ കഴിക്കാവൂ. ഹല്ലേലൂയ ഹല്ലേലൂയ. അത് നിങ്ങൾ അരി ഹല്ലേലൂയ കഴുകുമ്പോഴും അത് ചെയ്യണം. മരച്ചീനി വാങ്ങുമ്പോഴും അത് ചെയ്യണം. അല്ലെ പ്രാർത്ഥിച്ച് സകല പോരുകളെ സാധിക്കുന്നത് പറഞ്ഞിട്ട് നിങ്ങൾ ഭക്ഷണം പാകം ചെയ്യാവൂ. ഇന്ന് മുതൽ ഒരു മാറ്റം ഉണ്ടാകട്ടെ. നിങ്ങൾ നോക്കണമേ, ശത്രു പ്രബലനാണ്. അല്ലെങ്കിൽ അവനെ പരാജയപ്പെടുത്തണമെങ്കിൽ നാം ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. ഈ വിഷയത്തിന്റെ ഗൗരവം എത്ര വലുതാണെന്ന് അറിയാമോ? ഞാൻ ഒരു ദിവസം ടി വി കാണാനോ സിനിമ കാണാനോ ടി വി ഇങ്ങനെ തുറന്നപ്പോൾ ഹല്ലേലൂയ അതിനകത്തൂടെ ഹല്ലേലൂയ ഒരു ആൾ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. പണ്ടത്തെ കാലഘട്ടത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് ഹല്ലേലൂയ കന്യാകുമാരിയിൽ ഇരിക്കുന്ന ഒരു സന്യാസി ഹല്ലേലൂയ സ്വത്രം മന്ത്രങ്ങൾ കൈമാറുന്നത് അല്ലെങ്കിൽ ഹിമാചലിൽ ഇരിക്കുന്ന വ്യക്തി കൈമാറുന്നത് അന്തരീക്ഷ മണ്ഡലത്തിലൂടെയാണെന്ന്. സ്വത്രം ശ്രദ്ധിക്കുന്നുണ്ടോ നിങ്ങളെ? അന്തരീക്ഷ മണ്ഡലത്തിലൂടെ അവർ കൈമാറാറുണ്ട്. ഇത് പറയുന്നത് കേട്ടു. അങ്ങനെങ്കിൽ പ്രിയപ്പെട്ടവരെ, അതിലെ പിശാച് നിന്നെ തോൽപ്പിക്കാതിരിക്കുവാൻ നീ ഉണർന്നിരിക്കേണ്ടത് ആവശ്യമാണ്. ഒന്നിനെ നീ വീണപോകരുത്, അവരുടെ തന്ത്രങ്ങളിൽ നീ വീണപോകരുത്, അവരുടെ ശക്തിയിൽ നീ പെട്ടുപോകാതിരിക്കാൻ ഹല്ലേലൂയ. ഇവിടെ നോക്കണമേ എൻ്റെ പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ സ്തോത്രം. ഭക്ഷണം കഴിക്കുമ്പോൾ അല്ലെ ഭക്ഷണം തരും, അത് നിങ്ങളുടെ വീട്ടിൽ വെക്കുന്ന ഭക്ഷണം, നിങ്ങൾ വെക്കുന്ന ഭക്ഷണമാണെങ്കിലും നിങ്ങൾ വെച്ച ഭക്ഷണം പ്രാർത്ഥിച്ച് കർത്താവേ സകല പോരുകളെ യേശുവിന്റെ നാമത്തെ ശാസിക്കുന്നത് പറഞ്ഞിട്ടേ കഴിക്കാം. അപ്പോൾ ഞാനൊരു ഭക്ഷണം നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നു, അല്ലെങ്കിൽ ജോർജ് കുട്ടി പാസ്റ്റർ ഡെയ്സി മാമ ഭക്ഷണം കൊണ്ടുവന്നു. അങ്ങനെ കൊണ്ടുവന്ന് തരുമ്പോൾ അത് നിങ്ങൾ ഇവിടെ മേടിക്കട്ടെ, യേശുവിന്റെ നാമത്തിൽ സകല പോരുകളെ മാറട്ടെ എന്ന് പറഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ അമ്മമ്മയോട് അല്ലെങ്കിൽ ഞാനോട് അറിയാത്ത ഇപ്പൊ ഇത് അറിയാവുന്നത് കുഴപ്പമില്ല. പക്ഷെ അന്നേരം നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ഹൃദയത്തിൽ മനസ്സിൽ ഇതിനെ സാധിക്കണം. ഇതൊന്നും പറയാൻ വന്നല്ല. ഹല്ലേലൂയ. നിങ്ങൾ അങ്ങനെ അയക്കണം. അന്തരീക്ഷ മണ്ഡലത്തിലൂടെ ഭക്ഷണത്തെ കെട്ടുന്ന കെട്ടുകൾ അഴിയണമെങ്കിൽ ഇന്ന് പകൽക്കാലം യേശുവിന്റെ രക്തം ഹല്ലേലൂയ ഒരുവൻ കൊണ്ടുവന്ന് തരേണ്ട ആവശ്യമില്ല. ഈ അന്തരീക്ഷ മണ്ഡലത്തിലെ പല ശക്തികളും കഴിക്കുന്നുണ്ട്. ആ ശക്തികളെ കൂട്ടുപിടിച്ച് ഭക്ഷണത്തിലൂടെ നിങ്ങൾ ഉദരത്തെ കെട്ടുന്ന കെട്ടുകൾ ഉദരത്തിനകത്തോടേക്കുന്ന സകല കൈവേഷങ്ങൾ പൊട്ടി മാറട്ടെ. അത് മഞ്ഞുരുകുന്നത് പോലെ ഉരുകി മാറട്ടെ.
യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ഇവിടെ നോക്കണമേ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് യേശുവിന്റെ രക്തത്തിന്റെ സംരക്ഷണം ഉണ്ടാകണം. അത് നിന്റെ വസ്തുവകകളാകട്ടെ, അത് നിന്റെ സ്ഥലമാകട്ടെ, ഇത് യേശുവിന്റെ രക്തം കൊണ്ട് മുദ്രയിട്ട് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. സ്വത്രം ഉപ്പ് പ്രാർത്ഥിച്ച് ഇടാൻ പറ്റുമെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിച്ചു മാസത്തിൽ 2 മാസത്തിലൊക്കെ ഇടണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. അത് നിങ്ങൾക്ക് ഹല്ലേലൂയ അനുഗ്രഹമായി തീരും. അതിനെ വിശ്വസിക്കാത്തവരുണ്ട്, അതിനെ എതിർക്കുന്നവരുണ്ട്. എന്നാൽ ഉപ്പ് പ്രാർത്ഥിച്ചിട്ട് പലയിടത്തും അത്ഭുതങ്ങൾ ദൈവം ചെയ്തു. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം നിന്റെ ഉദരത്തെ കെട്ടിയ കൈവശം യേശുവിന്റെ നാമത്തിൽ ഞാൻ യേശുവിന്റെ നാമത്തിൽ സകല കർമ്മക്രിയകളിലൂടെ വന്ന് പോരാടുന്ന സകല പൈശാചിക ശക്തിയുടെ മേൽ യേശുവിന്റെ രക്തം ഞാൻ തളിക്കുക. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ കണ്ടു യേശുവിന്റെ രക്തം, പരിശുദ്ധ രക്തം രണ്ടാമത് സംരക്ഷിക്കുന്ന. അതിന്റെ 22ാമത്തെ വാക്യോട് വായിച്ചേ. അത് പഴയ നിയമം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ആ ഭാഗം നിങ്ങൾ നോട്ട് ചെയ്തത് മതി. തളിക്കണം, നിലത്ത് പുരട്ടണം, തേക്കണം. ഹല്ലേലൂയ. എന്തിനാണ്? യേശുവിന്റെ രക്തം കൊണ്ട് സംരക്ഷിച്ചാൽ ഹല്ലേലൂയ പൈശാചികൻ ഒരുക്കുന്ന ഒരു രോഗം നിന്റെ ഭവനത്തിൽ വരുത്തില്ല. വിശ്വസിക്കുന്നു മക്കൾക്ക്. പൈശാചികൻ ഒരുക്കുന്ന ഒരു രോഗം, നീ രോഗിയായി കിടക്കണമെന്നും നീ ഭാരം അനുഭവിക്കണമെന്നും നീ ആശ്രയിക്കണം. അടുത്തത് ഇത് ഈ രക്തം, യേശുവിന്റെ രക്തം ഹല്ലേലൂയ ശുദ്ധീകരിക്കുന്ന രക്തമാണ്. ഈ രക്തം എന്താ? ശുദ്ധീകരിക്കുന്ന രക്തമാണ്. നമുക്ക് വായിക്കാം. 1 യോഹന്നാന്റെ സുവിശേഷം 1:7 പറയുന്നു, ഇത് ശുദ്ധീകരിക്കുന്ന രക്തമാണ്. ആ സഹോദരി പോയാണോ? ശുദ്ധീകരിക്കുന്ന രക്തമാണ്. കിട്ടുന്നില്ല ബൈബിളിൽ, പഴയ നിയമത്തിലല്ല. 1:7 അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ, യേശു വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ, നാം വെളിച്ചത്തിൽ നടക്കുന്നു എങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. യേശു വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നിങ്ങൾ വെളിച്ചത്തിൽ നടക്കണം. യേശു വെളിച്ചമാണ്. ആ വെളിച്ചത്തിലേക്ക് വരുവാനാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. നമ്മൾ ഒരു സമയത്ത് വെളിച്ചത്തിലും ഒരു സമയത്ത് ഇരുട്ടിലും ഇരിക്കുന്നു. 2 കാല് 2 പടകിൽ വെച്ചാൽ അത് എന്തൊക്കെയും സംഭവിക്കാം. ഹല്ലേലൂയ സ്തോത്രം. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഒന്നുകൂടെ വായിച്ചാൽ വചനം. അവൻ എന്ന് പറയുമ്പോൾ അവിടെ യേശുവിനെയാണ് കാണുന്നത്. യേശു വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നു എങ്കിൽ നമുക്ക് കൂട്ടായ്മയുണ്ട്. അത് ആരെക്കാണോ? യേശു പറയുക, നീ വെളിച്ചത്തിൽ നടക്കുകയാണെങ്കിൽ നീ ഞാനോട് ഒരു കൂട്ടായ്മയുണ്ട്. എന്നിട്ട് പറയാ, അവന്റെ പുത്രനായ യേശുവിന്റെ യേശു ക്രിസ്തുവിന്റെ രക്തം സകല പാപം പോക്കി നമ്മെ ശുദ്ധീകരിക്കും. അപ്പൊ ഈ രക്തത്തിന് എന്ത് ചെയ്യാൻ പറ്റും? ശുദ്ധീകരിക്കാൻ പറ്റും. യേശുവിന്റെ രക്തത്തിന് എന്ത് പറ്റും? ശുദ്ധീകരിക്കാൻ പറ്റും. ഇന്നൊക്കെ കാലം എന്നെ ഒന്ന് ശുദ്ധീകരിക്കണം, എന്റെ കുടുംബത്തെ ഒന്ന് ശുദ്ധീകരിക്കണം. കുളിച്ചിട്ടിരിക്കുന്ന എറിയപ്പെട്ടിരിക്കുന്ന തകടുകൾ. ഞങ്ങൾ ആലപ്പുഴയിലായിരുന്നപ്പോൾ ഒരു 15 വയസ്സൊരു പെൺകുട്ടി, അതിന് പീരീഡ്സ് വരുന്നതിന് തടസ്സമാണ്. വിഷയം നമുക്കറിയത്തില്ലായിരുന്നു. ഇതിന് ഭയങ്കര വേദന. അങ്ങനെ ഹോസ്പിറ്റലുകളിലെല്ലാം കൊണ്ടുപോയി. അപ്പോൾ അവിടെയും ഇതിന് മരുന്ന് കൊടുക്കുന്നതിൽ മാറ്റം വരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ അവർ ഒരു മന്ത്രവാദിയുടെ അടുത്ത് പോയി. അവർ 5000 രൂപ മേടിച്ചിട്ട് ഒരു തകിട്, ആ തകിടിനകത്ത് ഇച്ചിരി കുങ്കുമവും മറ്റെന്തൊക്കെ, ഇത് കേൾക്കണേ, ശ്രദ്ധിക്കണം. തകിടിനകത്ത് വെച്ച് എല്ലാവരും കെട്ടി ചരണ്ട് വെച്ച് ഈ കൊച്ചിന് കൊടുത്തു. ഇത് കെട്ടിക്കൊണ്ട് നടന്നിട്ടും കൊച്ചിന് വയറ്റുവേദന മാറുന്നില്ല, ഭയങ്കര പ്രശ്നം.
അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾ അടുത്ത് താമസിക്കുന്നത്. അപ്പോൾ ആശുപത്രി കൊണ്ടുപോയിട്ടുണ്ട് ഇതിനെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അത് വന്ന സമയത്ത് അത് വൈകിട്ട് വന്നപ്പോൾ ചേച്ചിയോട് ഞാൻ പറഞ്ഞു, ചേച്ചി ഞാൻ വന്ന് കൊച്ചിലൊന്ന് പ്രാർത്ഥിച്ചോട്ടെ എന്ന് പറഞ്ഞു. അന്നേരം പറഞ്ഞു വന്നു പ്രാർത്ഥിക്കാൻ. ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി അവരുടെ വീട്ടിൽ പ്രാർത്ഥിച്ചാൽ ശരിയാവത്തില്ലെന്ന്. ഞാൻ പറഞ്ഞു ഞങ്ങളുടെ വീട്ടിലോട്ട് വിടുമെന്ന് പറഞ്ഞു. അവിടെ നിന്ന് ഞാൻ പറഞ്ഞു എന്നാൽ ഡ്രസ്സ് മാറി വരാൻ പറഞ്ഞു. കൊച്ചു വീട്ടിലോട്ട് വന്നു, പ്രാർത്ഥിച്ചു, അത് വീണു. അതിൻ്റെ കയ്യിലെ കറുത്തയായിട്ട് ഉണ്ടായിരുന്നു. അത് എഴുന്നേറ്റ് വന്നപ്പോൾ ഞാൻ പറഞ്ഞു അത് പൊട്ടിക്കണമെന്ന് പറഞ്ഞു. അരയിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. കൊച്ചു പറഞ്ഞു ഹല്ലേലൂയ സ്തോത്രം ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് അഴിച്ചു മാറ്റണമെന്ന്. അത് പറഞ്ഞു വീട്ടിൽ പോയിട്ടഴിഞ്ഞ്. വീട്ടിൽ പോയപ്പോൾ അത് അഴിച്ച് മാറ്റി കഴിഞ്ഞ് 5 മിനിറ്റകത്ത് അതിന് പീരീഡ്സായി. ഹല്ലേലൂയ സ്തോത്രം. വർഷങ്ങളായി പിശാച് കെട്ടിയത് ഓരോ മന്ത്രവാദികൾക്ക് പൈസ കൊടുത്തു. എന്നാൽ ഞാൻ പറഞ്ഞു പകരം അതെല്ലാം കൊണ്ടുവരണമെന്ന് പറഞ്ഞു. കൊണ്ടുവന്നിട്ട് ഞാൻ അതിനെ പൊട്ടിച്ചു. ഹല്ലേലൂയ അതിനെ പൊട്ടിച്ച് നോക്കിയപ്പോൾ ഇതിൽ കുന്തമത്തോ എന്തൊക്കെയോ വെള്ള അരിയോ ജീവനൊക്കെ ഉണ്ട്. ഹല്ലേലൂയ എല്ലാവരുടെ ജീവിതത്തെ കത്തിച്ച് കളഞ്ഞു. ചെയ്ത പാപത്തിന്റെ കറ തലമുറയിലേക്ക് വ്യാപരിക്കാതിരിക്കണമെങ്കിൽ ഇന്ന് പകൽക്കാലം നീ യേശുവിന്റെ രക്തത്തിൽ ആശ്രയിക്കണം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒരു കാര്യം ഞാൻ പറയാം. നിങ്ങൾ എല്ലാവരും ഇവിടെ അങ്ങനെയുള്ളവരാണോ എന്താണെന്നല്ല ഞാൻ പറഞ്ഞേ. എല്ലാവരും ചിലപ്പോൾ അല്ലായിരിക്കാം. പക്ഷെ പൊതുവായിട്ട് ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ ചെയ്യുന്ന ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ചെയ്യുന്ന അഭിചാരം, മന്ത്രവാദം, പൂജ, കർമ്മം മറ്റെല്ലാം ചെയ്യുന്നതിന്റെ അനന്തര ഫലങ്ങൾ 4ാം തലമുറ വരെയും വ്യാപരിക്കും. 1, 2, 3, 4 വരെ. മനസ്സിലായോ? 4ാം തലമുറ ഇരിക്കുന്ന തലമുറ കുഴപ്പമില്ലാതെ നല്ലപോലെ താമസിക്കുന്നവരായിരിക്കാം, പോകുന്നവരൊക്കെ അവർ ഭയങ്കര കഷ്ടതകളിൽ, പ്രതികൂലങ്ങളിൽ, പ്രതിസന്ധികളായിരിക്കും. അവർ എന്ത് ഞാൻ ചെയ്തു, എന്ത് പാപം ചെയ്തു എന്ന് വെക്കുമ്പോൾ പിതാക്കന്മാരെ ചെയ്ത പാപം 4ാം തലമുറയിലേക്ക് വരും. അങ്ങനെയെങ്കിൽ ഈ 4ാം തലമുറ വരുമെന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ 1ാം തലമുറ, അത് കഴിഞ്ഞ് 2ാം തലമുറ, ഈ 2ാം തലമുറയിൽ പാപം ചെയ്താലോ അത് 4ാം തലമുറയിലേക്ക് കാണും. അതിന് 3ാം തലമുറ പാപം ചെയ്താലോ അത് 4ാം തലമുറ. ഏതാണ്ട് 12 തലമുറകൾ വരെ ഇതിങ്ങനെ കിടക്കുക. കണക്റ്റാണ്. അങ്ങനെ ഓരോരുത്തരും പാപം ചെയ്താണെങ്കിൽ ഇങ്ങനത്തെ ദൈവത്തിന് ഇഷ്ടമല്ലാത്ത അല്ലെങ്കിൽ ആഭിചാരം ചെയ്ത് ഒരുത്തരെ നശിപ്പിക്കാൻ വേണ്ടി ചെയ്ത് പൂജ കർമ്മങ്ങൾ ചെയ്ത് തകർക്കുവാൻ നോക്കുന്ന ഈ ശക്തിയുടെ പോരാട്ടം അല്ലെങ്കിൽ ആ ശാപം അല്ലെങ്കിൽ തലമുറയായി വ്യാപിക്കും. എന്നാൽ അതിനെ ബ്രേക്ക് ചെയ്യുവാൻ ഈ ഭൂമിയിൽ ഒന്നിനു മാത്രമേ കഴിയത്തുള്ളൂ. യേശുവിന്റെ രക്തത്തിൽ മാത്രം. അങ്ങനെയെങ്കിൽ ഇന്ന് ഹല്ലേലൂയ ആൻസിയുടെ കുഞ്ഞ് അല്ലേ, ആൻസിയുടെ ഹസ്ബൻഡ് രതീഷ് അല്ലേ, രതീഷ്. ഇവർ രണ്ടുപേരും രക്ഷിക്കപ്പെട്ടതിന് ശേഷമല്ലേ കുഞ്ഞ് ജനിച്ചത്? സ്നാനപ്പെട്ടതിന് ശേഷമാണോ? അല്ല, അത് പോട്ടെ. പാസ്റ്റർ ആൻറ്റി അവർക്ക് ജനിച്ച കുഞ്ഞാണ്. അവർ രക്ഷിക്കപ്പെട്ടാണ്, സ്നാനപ്പെട്ടാണ്, പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചതാണ്. എന്നാൽ തലമുറയായി വന്ന പാവവും ശാപവും അതിൻ്റെ അനന്തരഫലം എല്ലാം പാസ്റ്ററിലോ അമ്മമ്മയിലും വന്നായിരുന്നു. മനസ്സിലാക്കണം? അമ്മമ്മയും പാസ്റ്ററും കർത്താവിൽ വിശ്വസിച്ചു. രണ്ടുപേരും 2 ടൈമിലാണ് വിശ്വസിച്ചത്. അത് കഴിഞ്ഞിട്ടുള്ള കല്യാണം നടന്നത് വിശ്വസിച്ചു. അപ്പൊ അവർക്ക് പാപമോചനം ലഭിച്ചു. അമ്മമ്മയ്ക്ക് ലഭിച്ചു, പാസ്റ്ററിന് ലഭിച്ചു. പാപമോചനം പ്രാപിച്ച് ദൈവത്തിന്റെ മക്കളായി തീർന്നതിന് ശേഷമാണ് ഇവർക്ക് തലമുറ ജനിച്ചത്. അപ്പൊ വർഷങ്ങളായി കാലഘട്ടങ്ങളായി കടന്നു വന്ന പാപത്തിന്റെ ശക്തിയെ ബ്രേക്ക് ചെയ്തു. എന്തുകൊണ്ട് ബ്രേക്ക് ചെയ്തു? യേശുവിന്റെ രക്തം കൊണ്ട് ബ്രേക്ക് ചെയ്തു. അതെ, ഇനി യേശുവിന്റെ രക്തത്താലാണ് ജനനങ്ങൾ നടക്കുന്നത്. ഹൈന്ദവ കുടുംബത്തിൽ നിന്ന് 4 കുടുംബങ്ങൾ വിശ്വാസത്തിൽ വന്നവരുണ്ട്. അങ്ങനെ ക്രൈസ്തവ നടന്നത്. പക്ഷെ അവർക്ക് 4 പേര് അതിന്റെ ദൈവം മാറ്റി കൊടുക്കും. ഞാൻ അന്ന് പോയപ്പോൾ ഈ ദേശത്ത് നിങ്ങൾ മാറിയാലേ അനുഗ്രഹം പ്രാപിക്കത്തുള്ളൂ.
നിങ്ങൾ ഈ ദേശത്ത് മാറി കിടക്കണം. അങ്ങനെ അവിടെ പ്രാർത്ഥന നടന്ന് ഒരു ദിവസം സർക്കാർ അവരെ ആ ദേശത്ത് അല്ലെങ്കിൽ മലയെ ഇങ്ങനെ നോക്കിയപ്പോൾ ടെസ്റ്റ് ചെയ്ത് ആ മല താമസിക്കാൻ പാടില്ല, ആ മല ഇടിഞ്ഞു പോകുന്നു. ആ മല അതിന് മുകളിൽ അമ്പലം മറ്റെല്ലാം അതെല്ലാം ഇടിഞ്ഞു പോകുന്ന സർക്കാർ. അപ്പൊ ഇത് അവിടെ ഉള്ള ഒരു 30-35 കുടുംബത്തെ അവിടുന്ന് മാറ്റാൻ സർക്കാർ നിയമം. ഈ 4 കുടുംബത്തെ കർത്താവ് ഞങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവന്ന് മാറ്റി തന്നു. പ്രത്യേകിച്ച് ഞങ്ങളാ അന്ന് ഞാൻ പറഞ്ഞു, കർത്താവ് അവരോട് പറഞ്ഞു, അതിലൊരു കുടുംബത്തോട് പറഞ്ഞു, നിങ്ങൾക്ക് തലമുറ ജനിക്കണമെങ്കിൽ ഈ ദേശത്തുനിന്ന് നിങ്ങൾ മാറേണ്ട വരുമെന്ന് പറഞ്ഞു. മാറി അല്ലെങ്കിൽ പറഞ്ഞിട്ട് 4 വർഷം കഴിഞ്ഞപ്പോഴാണ് ഇവർ മാറുന്നത്. 4 വർഷം കഴിഞ്ഞ് മാറി വന്ന് ഇവരെ ഷെഡടിച്ച് അവിടുത്തെ താമസം മാറി. അതിന്റെ പിറ്റേ മാസം 40 വയസ്സുള്ള സഹോദരി പ്രഗ്നന്റായി. കല്യാണം കഴിഞ്ഞ 22 വർഷം തലമുറയില്ലാതിരുന്നത് ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടായി. കുഞ്ഞിനെ എല്ലാവരും ഇട്ടുണ്ട്. 22 വർഷത്തിന് ശേഷം തലമുറ ദൈവം കൊടുക്കും. ഹല്ലേലൂയ. കൊടുക്കത്തില്ലെന്ന് ബാധിച്ചിരുന്നു. ഞാൻ പറഞ്ഞു, നീ വിശ്വസിക്കുക, കർത്താവിനെ വിശ്വസിക്കുക, നീ വിശ്വസിച്ച് ഇറങ്ങി പോകാന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളിക്കാരി വിശ്വസിച്ചൊന്നും കമ്മലൊന്നും ഇല്ല. അല്ല, അത് കഴിഞ്ഞിട്ട് കർത്താവിന്റെ സന്നിധി തീരുമാനമെടുത്ത് അതെല്ലാം പോയി, എല്ലാം കഴിഞ്ഞു. അല്ലെങ്കിൽ ഈ വീട്ടിൽ നിന്ന് അവരുടെ സ്ഥലത്തുനിന്നും മാറി സർക്കാർ കൊടുത്ത ഭൂമിയിലേക്ക് വന്ന് താമസം ഷെഡടിച്ചോളൂ. വീട് വന്നില്ല, ഇപ്പൊ വീട് പണിത് പൂർത്തീകരിക്കുന്നത്. അല്ലെങ്കിൽ അവിടേക്ക് വന്നപ്പോഴത്തേക്ക് പ്രഗ്നന്റ് ആയി. കർത്താവ് പറയുന്നു, പക്ഷേ പടിഞ്ഞാറ് ഭാഗം, ഈ പടിഞ്ഞാറ് ഭാഗത്തുനിന്ന് ഹല്ലേലൂയ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. ഹല്ലേലൂയ പടിഞ്ഞാറ് ഭാഗത്ത് ദൈവത്തിന്റെ ശക്തി ഇവിടെ പടിഞ്ഞാറ് പറയുമ്പോൾ പടിഞ്ഞാറ് ഭാഗത്ത് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. അപ്പോൾ വർഷങ്ങളായി തലമുറയായി കൈമാറി വന്ന ശാപങ്ങൾ അത് മാറണമെങ്കിൽ യേശുവിന്റെ രക്തത്തിൽ മാത്രം ആശ്രയിക്കണം. നിങ്ങൾ ഓർക്കണം, ശാപം എന്ന് പറയുന്നത് വലിയൊരു ശക്തിയാ. അത് നിങ്ങൾ മനസ്സിലാക്കണം, വലിയൊരു ശക്തിയാ. ശാപം പൊട്ടി മാറുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഹല്ലേലൂയ. ആ ശാപമായി പൊട്ടിമാറുമ്പോൾ ഭയങ്കരമായിട്ട് പൈശാചികളെന്ന പോലെയാണ് ആ ശാപം പൊട്ടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് പറഞ്ഞ് ഈ ശാപം മുറുകെ പിടിച്ചിരിക്കുന്ന ശാപം പൊട്ടണമെങ്കിൽ ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ വിജയം തരുന്ന ഒരേ അതുകൊണ്ട് യേശുവിന്റെ രക്തത്തിൽ ആശ്രയിക്കണം. ഇവിടെ നമ്മൾ വായിച്ചെന്താ? ഇത് ശുദ്ധീകരിക്കുന്ന രക്തമാണ്. ഇന്ന് പകൽക്കാലം പറയേ, കർത്താവേ എൻ്റെ ഭവനത്തിന്റെ 4 മൂലയിൽ ശുദ്ധീകരിക്കണം എന്ന് പറഞ്ഞു. ശബനാറവശാരവ. അല്ലെങ്കിൽ ഇതൊക്കെ ഞങ്ങൾ എത്ര എടുത്തോണ്ട് വന്നിട്ട് കത്തിച്ചിട്ടുണ്ടെന്ന് അറിയാമോ? അല്ല, ചില വീടിനകത്ത് കുറ്റിങ്ങനെ കയറി വളർന്നു വരുന്നു. ഓരോ ദിവസം എന്തോ വളർച്ചയെന്നല്ലേ, ഇത് അവർ തൊടത്തില്ല. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്ന ഞങ്ങൾ തൊടും. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ നിങ്ങൾ മനസ്സ് വെച്ച് തന്നാൽ മതി. നിങ്ങളുടെ വിഷയത്തിലേക്ക് പ്രാർത്ഥിക്കുന്ന ദൈവമക്കളോട് പ്രാർത്ഥിച്ച് ശാപം പൊട്ടി മാറണം. പുതിയൊരു ജനറേഷനെ ഹല്ലേലൂയ ക്രിയേറ്റ് ചെയ്യേണ്ടത് ആവശ്യമാണ് സഭ. അങ്ങനെയെങ്കിൽ ഇണയില്ല, പിണ കൂടരുത്. രക്ഷിക്കപ്പെട്ടവൻ സ്നാനപ്പെട്ടവൻ ഹല്ലേലൂയ സ്നാനപ്പെടാത്തതിനെ കല്യാണം കഴിക്കാൻ പാടില്ല. പലരും ഇപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കും. നമ്മൾ പ്രാർത്ഥിക്കണം, നമ്മുടെ തലമുറയ്ക്ക് എല്ലാ വിഷയവും വെച്ച് പ്രാർത്ഥിക്കണം. തലമുറയുടെ പ്രാർത്ഥിക്കണം. നിങ്ങൾ തലമുറയുള്ളവരെല്ലാം പ്രാർത്ഥിക്കണം. അല്ലെങ്കിൽ തലമുറയുടെ എല്ലാ വിഷയങ്ങളും പ്രാർത്ഥിക്കുന്നതിന്റെ കൂട്ടത്തിൽ വിവാഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ഭൂതത്തെ കെട്ടിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഭൂതമായി തീരും, അത് തിരിച്ചു മറിച്ചു ആകും. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം. ഭൂതം എന്ന് പറഞ്ഞാൽ ഭൂതം കയറിയ പെണ്ണിനെ കെട്ടിക്കൊണ്ട് വന്നാൽ നമ്മുടെ ജീവിതമേ തകർന്നു പോകും. ഭൂതം കയറിയ പുരുഷനെ കെട്ടുന്നെങ്കിൽ തകർന്നു പോയി. സംശയരോഗം ഇന്നലെ പറയുന്നതിനകത്ത് ഒരു വിഷയം വിട്ടുപോയി. നാഗത്തിന്റെ വിഷയം പറയുമ്പോൾ സംശയരോഗത്തിന്റെ മെയിൻ കാരണം നാഗശക്തിയാണ്. സംശയം. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്നവരുടെ ഇടയിലുണ്ട് സംശയങ്ങൾ, പല സംശയങ്ങൾ ഉണ്ടാക്കിയ. ഹല്ലേലൂയ. ആ സംശയങ്ങളെല്ലാം മാറണമെങ്കിൽ ഇന്ന് യേശുവിന്റെ രക്തത്തിൽ ആശ്രയിക്കണം. പ്രിയപ്പെട്ടവരെ, ഇന്ന് പകൽക്കാല യേശുവിന്റെ രക്തത്തിൽ ഒന്ന് ആശ്രയിച്ച് എന്റെ ഭവനത്തെ ശുദ്ധീകരിക്കണം, എന്റെ തലമുറയെ ശുദ്ധീകരിക്കണം, എന്റെ കുടുംബത്തിലെ യേശുവിന്റെ രക്തത്തിൽ. ഹല്ലേലൂയ. എബ്രായർക്ക് എഴുതിയ ലേഖനം 9:14 വായിക്കുമ്പോൾ, അതിന് മുമ്പ് എബ്രായർക്ക് എഴുതിയ ലേഖനം 4:15 വായിച്ച്.
15. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ ശുദ്ധീകരിക്കുന്ന രക്തം യേശുവിനെ കുറിച്ച് പറയാണ്. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ കാണിപ്പാൻ കഴിയാത്തവനല്ല, സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാപമൊഴികെ സർവ്വത്തിലും നമുക്ക് തുല്യമായി സർവ്വത്തിനും നമ്മെ പോലെ സ്വഭാവമുള്ളവനായിരുന്നു യേശു ക്രിസ്തു. അപ്പോൾ യേശു ക്രിസ്തുവിന് എന്തുണ്ടായിരുന്നു? പാപമില്ലായിരുന്നു. പാപമില്ലാത്ത ഒരുവന് മാത്രമേ പാപിയായിരിക്കുന്ന മനുഷ്യനെ ശുദ്ധീകരിക്കാൻ പറ്റത്തുള്ളൂ. ലോകത്തിൽ അനേക പുസ്തകങ്ങൾ എഴുതപ്പെട്ടിട്ടുണ്ട്. ആ പുസ്തകങ്ങളിലെല്ലാം ഹല്ലേലൂയ മഹാത്മാഗാന്ധിജി നമുക്കറിയപ്പെടുന്ന ഒരാളാണ്. അദ്ദേഹം പറഞ്ഞിട്ടില്ല എൻ്റെ രക്തം ഇന്ത്യ രാജ്യത്തെ മൊത്തം ശുദ്ധീകരിക്കുമെന്ന് പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടുണ്ടോ? എന്നാൽ വിശുദ്ധ വേദപുസ്തകത്തിൽ ലോകത്തിൽ അനേക ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്, വലിയ വലിയ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അതെ, എന്നാൽ ഈ വിശുദ്ധ വേദപുസ്തകത്തിൽ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ നിന്റെ പാപത്തിന് മോചനം നീ വിശ്വസിക്കുന്നെങ്കിൽ ഈ രക്തത്തിന് കഴിയും. അതേ രക്തമാണ് ഞങ്ങൾ ഈ യേശുവിനെ വിശ്വസിച്ചവർ. ഹല്ലേലൂയ റമന ഹസ്തുര റബശബറ ഹല്ലേലൂയ. അടുത്ത എബ്രായർ ലേഖനം 7:26 വായിക്കുമ്പോൾ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നുണ്ട്. 7:26 ഇങ്ങനെയുള്ള മഹാപുരോഹിതനല്ലോ നമുക്ക് വേണ്ടേ? എങ്ങനെയുള്ള പവിത്രൻ, നിർദോഷൻ, നിർമ്മലൻ, പാപികളോട് വേറിട്ടവൻ, സ്വർഗത്തേക്കാൾ ഉന്നതനായവൻ. അപ്പൊ നമുക്കുള്ള ദോഷം വിട്ടവനാണ്, പവിത്രനാണ്, നിർദോഷം, നിർമ്മലൻ, പാപികളോട് വേറിട്ടവനാണ്. ആ യേശുവിന്റെ രക്തത്തിന് മാത്രമേ എന്റെ കുടുംബത്തെ സംരക്ഷിക്കുവാൻ, എന്റെ കുടുംബത്തെ ശുദ്ധീകരിക്കാൻ കഴിയുള്ളൂ. ആ രക്തത്തിലെ ആശ്രയിക്കുന്നത് ആ രക്തം ലേഖനം 9:14 വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. ഒന്നുകൂടെ മേലിലോട്ട് കയറി വായിച്ചോ അമ്മ. 9:13 തൊട്ട് വെച്ച്. ഇവിടെ പറയാണ് ആട്ടുകൊറ്റന്മാരുടെയും ആട്ടുകൊറ്റന്മാരുടെയും കാളകളുടെയും രക്തവും മലിനപ്പെട്ടവരുടെ മേൽ തളിക്കുന്ന പശുഭസ്മവും ദൈവിക ശക്തി വരുത്തുന്നുവെങ്കിൽ നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിത്യാത്മാവ് ക്രിസ്തുവിനെയാണ്. ഈ ലോകത്തിൽ വീണ്ടും ജനനം വേണ്ടാത്ത ഒരേ ഒരാളേ ഉള്ളൂ. അതാരാണ് പറയാം? വീണ്ടും ജനനം വേണ്ടാത്ത ഒരാൾ മാത്രമേ ഉള്ളായിരുന്നു. അതാരാ? യേശു മാത്രം. ക്രിസ്തുവിന് വീണ്ടും ജനനം വേണ്ടായിരുന്നു. വേണമല്ലോ? വീണ്ടും ജനിക്കേണ്ട വേണമായിരുന്നോ? ഇല്ല. അതല്ല, അവൻ നിത്യാത്മാവായിരുന്നു. ഏകാത്മാവിനാൽ പിതാവിലേക്ക് നിങ്ങൾക്കൊരു പ്രവേശനമുണ്ട്. ഏകാത്മാവ് എന്ന് പറഞ്ഞാൽ അതിലെ പാപം ചെയ്യാത്ത ഒരേ ഒരാത്മാവേ ഉള്ളൂ, അത് യേശു ക്രിസ്തുവായിരുന്നു. ഈ നിത്യാത്മാവ് എന്ന് പറഞ്ഞാൽ അകത്തിരിക്കുന്ന ആത്മാവേ ഉണ്ട്. യേശു ഈ ഭൂമിയിൽ വന്നപ്പോൾ യേശുവിന് എന്തുണ്ട്? ശരീരമുണ്ടായിരുന്നു അല്ലേ? ദേഹി ഉണ്ടായിരുന്നു, ആത്മാവുണ്ട്. പക്ഷെ നമ്മൾ ഈ ഭൂമിയിൽ ജനിച്ചപ്പോൾ എന്തായിരുന്നു? ദേഹമുണ്ട്, ദേഹിയുണ്ട്, ആത്മാവുണ്ട്. പക്ഷെ ആത്മാവിന് മരണമുണ്ട്. നമ്മുടെ അകത്തെ മനുഷ്യന് മരണമുണ്ട്. എന്നാൽ യേശുവിന്റെ ആത്മാവ് മരിച്ചല്ല, അത് നിത്യാത്മാവായിരുന്നു. ഈ നിത്യാത്മാവിലൂടെയാണ് രക്ഷിക്കപ്പെട്ടവരും ജ്ഞാനപ്പെട്ടവരും പരിശുദ്ധാത്മ പ്രാപിച്ചവരും വിശ്വസിക്കുന്നവരും കർത്താവിന്റെ വരവിനുവേണ്ടി കാത്തിരിക്കുന്നവരും പിതാവിന്റെ സന്നിധിയിലേക്ക് പ്രവേശിക്കുന്നത്. അതാണ് നിത്യാത്മാവ്. ഈ നിത്യാത്മാവ് എന്നുവെച്ചാൽ പാപം ചെയ്യാത്ത, അല്ലെങ്കിൽ പാപത്താൽ പിടിക്കപ്പെടാത്ത, ആദാമ്യ പാപം കലരാത്ത, ആദാമ്യ പാപം പെടാത്ത ഒരു വ്യക്തി
വ്യക്തിയാരാ? അത് യേശുവാണ്. അതുകൊണ്ടാണ് യേശുവിനെ നിത്യാത്മാവെന്ന് വിളിച്ചിരിക്കുന്നത്. ആ നിത്യാത്മാവിനാൽ ക്രിസ്തുവിന്റെ രക്തം ജീവനുള്ള ദൈവത്തെ അല്ല ദൈവത്തിന് തന്നെത്താൻ ശരിയല്ലോ. അതുകൊണ്ട് ഞാൻ തോന്നിയ പഠിച്ചു നിത്യാത്മാവിനാൽ ഇവിടെ ശ്രദ്ധിക്കണേ. നിത്യാത്മാവ് എന്ന് പറഞ്ഞത് ക്രിസ്തുവിന്റെ അകത്തിരിക്കുന്ന ആത്മാവ്. ഏതോ ദൈവസാദൃശ്യ പ്രകാരം ദൈവസ്വരൂപ പ്രകാരം സൃഷ്ടിക്കപ്പെട്ട വീണ്ടെടുക്കപ്പെടേണ്ട ഹല്ലേലൂയ സ്വത്രം വേണ്ടത ആ ആത്മാവാണ് നിത്യാത്മാവ്. നിങ്ങൾ മനസ്സിലായോ? ആ നിത്യാത്മാവ് ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കമായി അർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നിഷ്കളങ്കമായി ദൈവത്തിന് മുമ്പിൽ എന്തിനാണ് ഈ രക്തം സമർപ്പിച്ചതെന്ന് അറിയാമോ? എന്തിനാണ് സമർപ്പിച്ചത്? ജീവനുള്ള ദൈവം. അത് രണ്ടാമത് ഒന്ന് ഏഴം തോട്ടത്തിൽ ഹല്ലേലൂയ നീ ആയിരുന്നു. ആരാ? എന്റെ പിതാക്കന്മാർ ആയിരുന്നു. അവിടുന്ന് പാപം ചെയ്ത് തേജസ്സിൽ നിന്ന് ഹല്ലേലൂയ നിങ്ങൾ വേർവിട്ടുപോയി. ഹല്ലേലൂയ സ്തോത്രം. അങ്ങനെ ഒന്ന് തലമുറയെ പിതാവുമായി നിരപ്പിക്കണമെങ്കിൽ നിത്യാത്മാവിനാൽ രക്തം കൊടുക്കണം. അപ്പോൾ പണ്ടൊക്കെ ഉണ്ടായിരുന്നു, ആടുകളെ കൊടുക്കും, കാളകളെ കൊടുക്കും, മൃഗബലി നടത്തും, രക്തം കൊടുത്ത് അവരുടെ പാപത്തിൽ നിന്ന് മോചനം പ്രാപിക്കാൻ നോക്കും. പക്ഷേ അതിലൊന്നും മോചനം കിട്ടുന്നില്ല. അതൊരു ജൈവിക ശുദ്ധിയായി മാത്രമേ കാണുന്നുള്ളൂ. അകത്ത മനുഷ്യരുടെ ശുദ്ധീകരണം, അകത്ത മനുഷ്യരുടെ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുന്നത്, അകത്ത മനുഷ്യരുടെ സ്വർഗ്ഗത്തിലേക്ക് പോകണമെങ്കിൽ വേണമെങ്കിൽ എന്റെ ഇഷ്ടത്തിന് വേണ്ടി എനിക്ക് മാറാമായിരുന്നു, എന്റെ താല്പര്യത്തിന് വേണ്ടി മാറാമായിരുന്നു. ഇല്ല, മാനവകുലം മുഴുവനും ദൈവ തേജസ്സും നഷ്ടപ്പെട്ടു നിൽക്കുമ്പോൾ എനിക്ക് നിന്ന് മാറി നിൽക്കാൻ പറ്റത്തില്ല. ഇന്ന് പ്രിയപ്പെട്ടവരെ, അതിക്രമങ്ങളാലും പാവങ്ങളാലും മരിച്ചു കിടക്കുന്ന ഒരു കൂട്ടം ജനത്തെ കാണുമ്പോൾ യേശുവിന് വേണ്ടി പ്രവർത്തിക്കാതിരിക്കാൻ എനിക്ക് കഴിയത്തില്ല. ഇവിടെ പറയാണ് നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെ ഒരു കാര്യം കൂടി പറയാം. പിന്നെ ഞാൻ പാപം ചെയ്തു, പക്ഷെ ഈ പാപത്തിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടാൻ എന്നെ കൊണ്ട് കഴിയത്തില്ല. ലോകം മുഴുവനും പാപത്തിലകപ്പെട്ടു. ആരെയും രക്ഷിക്കാൻ ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പറ്റത്തില്ല. വേണമെങ്കിൽ വായോട് പറയാം, അവിടെ രക്ഷിക്കും, ഇവിടെ രക്ഷിക്കുക, അങ്ങ് പോയാൽ രക്ഷിക്കുക, അങ്ങനെ ചെയ്താൽ രക്ഷിക്കും, ഇങ്ങനെ വന്ന് രക്ഷിക്കുക, ആ തലമുറയെ കൊടുത്താൽ രക്ഷിക്കും എന്നൊക്കെ പറയും. പക്ഷെ അതൊന്നും നടക്കുന്ന കാര്യമില്ല. അതിൽ അങ്ങനെ ഇരിക്കുമ്പോൾ അതിൽ നിത്യാത്മാവിനാൽ അതിൽ തന്റെ രക്തം പിതാവായ ദൈവത്തിന് എനിക്ക് വേണ്ടി സമർപ്പിക്കാൻ തയ്യാറായവരാണ് നമ്മുടെ നിത്യാത്മാവിനാൽ ദൈവത്തിന് നിങ്ങൾക്ക് ഇന്ന് പകർത്താൻ യേശു ക്രിസ്തു എനിക്ക് വേണ്ടി സമർപ്പിച്ചു. അല്ലെ, യേശു ക്രിസ്തു എനിക്ക് വേണ്ടി സമർപ്പിച്ചില്ലേ? എന്ത് സമർപ്പിച്ചു? എന്റെ പാവങ്ങളിൽ നിന്നുള്ള ശിക്ഷയിൽ നിന്നും നരകത്തിലേക്ക് പോകാതെ സ്വർഗത്തിലേക്ക് ഒരു പ്രവേശനം ഓപ്പൺ ആക്കുവാൻ യേശു തന്നെ പിതാവിന്റെ സന്നിധിയിൽ തന്നെ തന്നെ സമർപ്പിച്ചേൽപ്പിച്ചു. നിങ്ങൾക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാണ്, നിങ്ങൾക്കൊന്ന് സമർപ്പിക്കാൻ തയ്യാറാണ്. ഭക്തപ്പോഴും ഒരു കൊത്ത പിഴുതപ്പോഴും ഒരു കൊത്ത പോലെ ഇരിക്കാനാണോ? അത് ഇന്ന് പകർക്കാനും അല്ലെങ്കിൽ ഞാൻ ഒരു പ്രയോജനമുള്ള ഒരാളായിരിക്കും. ഞാൻ അനേകർക്ക് അനുഗ്രഹമാണ്, ഞാൻ അനേകർക്ക് ഈ നിത്യാത്മാവുണ്ട്. നോക്കണേ, ആ യേശു ആരായിരുന്നു? സ്വർഗസിംഹാസനത്തിൽ ഇരുന്ന ദൈവമായിരുന്നു, പിതാവിന്റെ സന്നിധിയിൽ ഇരുന്ന ദൈവമായിരുന്നു. തന്റെ ഏകജാതനായ
പക്ഷേ ആ പുത്രൻ പറയാ, ഈ ലോകം എങ്ങനെ രക്ഷപ്പെട്ട് പിതാവിന്റെ സന്നിധിയിൽ ചെല്ലണം, അതിന്റെ ആവശ്യമാണ്. അതുകൊണ്ട് ഇന്നത്തെ കാലം ഞാൻ ഏൽപ്പിക്കുന്നു. എന്താ ഏൽപ്പിച്ചേ? തന്റെ ജീവനെ ഏൽപ്പിച്ചു. അസ്ത്രം തന്റെ ജീവനെ ഏൽപ്പിച്ചു. ഏൽപ്പിക്കാൻ തയ്യാറാണോ? പച്ചര കേൾക്കുമ്പോ നമ്മൾ തലവെക്കാൻ എളുപ്പമാണ്. തലവെക്കുന്നെന്താ? സമർപ്പിക്കണം. നമ്മളെ നന്നായി സമർപ്പിക്കണം. നമ്മൾ ഇന്ന് സമർപ്പിക്കണം. യേശുവിനോട് മാത്രമേ എനിക്ക് രക്ഷയുള്ളതെന്ന് സമർപ്പിക്കണം. എതിരുകൾ ഒത്തിരി വരാം, തടസ്സങ്ങൾ ഒത്തിരി പറയാം. പക്ഷെ ഞാൻ യേശുവിനെ സേവിക്കുന്നു പറഞ്ഞ് ഉറച്ച തീരുമാനമെടുക്കുന്നെങ്കിൽ അത്ഭുതം 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 നിങ്ങളുടെ കുടുംബത്തിൽ നടക്കും. മല പോലെ നിൽക്കുന്ന ശാപത്തിന്റെ കെട്ട്, മല പോലെ നിൽക്കുന്ന ശാപത്തിന്റെ കെട്ട് ഇന്ന് പകൽക്കാലം യേശുവിന്റെ നാമത്തിൽ നീ വിശ്വസിച്ചാൽ അതിനെ ഞാൻ ബ്രേക്ക് ചെയ്യോ. മതത്തിന്റെ ശക്തി, ദേശത്തുള്ള മതത്തിന്റെ ശക്തി ഇവിടെ നോക്കണമേ. നിത്യാത്മാവിനാൽ ദൈവത്തിന് ചോദിച്ചു. ഞാൻ അവന്റെ ആശയം പറയുന്നത് കൊണ്ടാണ്, യൂസ് പറയുന്നതുകൊണ്ടാണ് എടുത്ത് വായിക്കുന്നത്. അന്നേരമാണ് ദൈവം തന്നെ നിർദ്ദേശിച്ചു. എന്റെ കൊണ്ടേ ഒന്ന് വായിക്കരുത്. തന്നെ തവൻ നിഷ്കളങ്കരായി ഒരു പ്രതിഫലം ഇച്ഛിക്കാതെ ഒന്നും ആഗ്രഹിക്കാതെ. കഴിഞ്ഞ ദിവസം സഹോദരിയെ കുറിച്ച് പാസ്റ്റർ പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കര സംബന്ധിച്ചത് ഗേറ്റൊക്കെ അടച്ചിട്ടോ. അപ്പൊ നമ്മളായിരുന്നു അല്ലേ ഈ പാസ്റ്റിങ് ആന്റി എങ്ങനെ കൂട്ടികൾ പോയി അവർക്കറിയില്ല ഇന്നോ ആരാധന ഉണ്ടെന്ന്. ഏത് കൂട്ടി ഞങ്ങൾ ഇത്രയും മോട്ടോയൊക്കെ വിളിച്ച് ഇത്രയും ക്ഷീണിച്ചു വന്നു. ഇതൊന്നും പറയാം ഗേറ്റ് ചാടിയതിനായി സ്വപ്നം നല്ല കാര്യത്തിൽ ചാടുന്നു, നല്ല മതിലൊക്കെ ചാടുന്നു, നല്ല അല്ലാതെ മതിൽ ചാടുന്നുണ്ട്. അപ്പോ അതിന് ഭയങ്കര സന്തോഷമുണ്ട്. അതിന്റെ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിലുണ്ടാവും. നിങ്ങളുടെ തലമുറയെ അനുഗ്രഹിക്കും, നിങ്ങളുടെ തലമുറ മാനിക്കപ്പെടും. വിശ്വാസത്തിന്റെ വർദ്ധിപ്പിക്കുക, വിശ്വാസം വർദ്ധിപ്പിക്കുക, വിശ്വാസത്തിന് ഉടമയാക്കണം. വിശ്വാസത്തിന് നായകൻ പൂർത്തി വരുത്തുന്ന ക്രിസ്തു യേശുവിനെ നോക്കുന്ന ഒരു കൂട്ടത്തെ ദൈവം തരട്ടെ. യേശുവിന്റെ നാമത്തിൽ നിത്യാത്മാവ് ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ചു, എന്നേക്കുമായി അർപ്പിച്ചു, സമർപ്പിച്ചു, ഏൽപ്പിച്ചു. അതിൽ ഇപ്പൊ അങ്ങോട്ട് പിന്നെ വൈകാണ്. പണ്ട് പിന്നെ സഭയ്ക്കൊത്തി വിശ്വാസത്തിൽ വന്നപ്പോ കസാര മേടിച്ച് വിട്ടു എല്ലാം പോയി. അവർ പോയപ്പോ പറയും ഞങ്ങൾ കസാര എടുത്തു പോകണം. അതല്ല, ഞങ്ങളുടെ പാലില്ല കൊണ്ടുവന്നില്ല. ഒരു മാസം കുറെ വിശ്വാസികളെ കൊണ്ടുവന്ന് സഭയ്ക്ക് കൊടുത്തു. അത് പോകുമ്പോ പറഞ്ഞ് അവർക്ക് സ്വോത്ര കാഴ്ച അവരുടെ വിശ്വാസിയോട് പോയത് തന്നെ. കൊണ്ടുപോകുമ്പോ അവരെ കൊണ്ടുപോകും സ്വോത്രം പോരാ. അവിടെ നിന്ന് 10 പേരോട് കിട്ടുന്നു. അതിന്റെ ആവശ്യമുണ്ടോ? ഹല്ലേലൂയ. അപ്പൊ ഇതിന്റെ ആവശ്യമൊന്നുമില്ല. ഹല്ലേലൂയ. സ്വത്രം ഇവിടെ പറയുകയാണ്. സ്വത്രം ജീവനുള്ള ദൈവത്തെ ഇതുവരെ ആരെയോ ആരാധിച്ചു. ജീവനുള്ള ദൈവത്തെ ആരാധിക്കുവാൻ യേശുവിന്റെ രക്തത്തിലൂടെ മാത്രമേ കഴിയുള്ളൂ. യേശു കർത്താവ് നോക്കിയപ്പോ ജനം മുഴുവനും പോയി പലതിനെയും പോന്നു. യേശു നോക്കിയപ്പോ ജീവനുള്ള ദൈവത്തെ
പിതാവിനെ ആരാധിക്കുന്നില്ല, ദൈവത്തെ ആരാധിക്കുന്നില്ല. ഓർത്തു, ഇതിന് കാരണം കണ്ടെത്തി. അപ്പോൾ യേശു കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കി. വിശുദ്ധനായ ദൈവത്തെ, പരിശുദ്ധനായ ദൈവത്തെ, വിശുദ്ധിയിൽ അതിവിശുദ്ധിയിൽ ജീവിക്കുന്ന ദൈവത്തെ പാവിയായ ഒരു മനുഷ്യന് ആരാധിക്കാൻ പറ്റത്തില്ല. പാവിയായ ഒരു മനുഷ്യന്റെ ആരാധന ദൈവത്തിലേക്ക് എത്തുന്നില്ല. പാവിയായ മനുഷ്യൻ മാനസാന്തരപ്പെട്ട് രക്തത്താൽ കഴുകൽ പ്രാപിച്ച് ക്രിസ്തുവിൽ സമർപ്പിക്കപ്പെടുമ്പോൾ അവന്റെ പ്രാർത്ഥന പിതാവ് കേൾക്കും. അപ്പോ മറ്റുള്ള പ്രാർത്ഥനകൾ കേൾക്കുന്നില്ലയോ? ക്രിസ്തുവിലുള്ളവർക്ക് മാത്രമേ അനുഗ്രഹം അല്ല. ക്രിസ്തുവിനില്ലാത്ത എത്രയോ പേര് കോടികളുടെ ആസ്തിയുള്ളവർ, ക്രിസ്തുവിനില്ലാത്തവർ എത്രയോ പേര് ഹല്ലേലൂയ സ്തോത്രം പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷെ ആ പ്രാർത്ഥനയാണ് ഏറ്റെടുക്കുന്നത്. ആ പ്രാർത്ഥന ഈ ലോകത്തിന്റെ പ്രഭുവാണ് ഏറ്റെടുക്കുന്നത്. ഈ ലോകത്തിന്റെ പ്രഭു കർത്താവിന്റെ മുമ്പിൽ ഹല്ലേലൂയ ഈ ലോകം മുഴുവൻ കാണിച്ചു പറഞ്ഞു, എന്നെ ഒന്ന് വണങ്ങിയാ, എന്നെ ഒന്ന് വണങ്ങിയാ സൃഷ്ടാവായിരിക്കുന്ന ദൈവത്തോട് പറയുക, ഇതല്ല ഞാൻ നിരക്കണം, എനിക്ക് ആവശ്യമുണ്ടോ? ഇല്ല. ഇന്ന് പകൽക്കാലം വെളിച്ചത്തിലെ അവകാശത്തിലേക്കാണ് ദൈവമക്കളെ എന്നെ നിങ്ങളെയും ദൈവം ഇവിടെ നോക്കണമേ, നിത്യ. അപ്പൊ ദൈവത്തെ ആരാധിക്കാനാണ്, പാപമോചനം പ്രാപിച്ച് ദൈവത്തെ ആരാധിക്കാനാണ് യേശുവിന്റെ രക്തം. മനസ്സിലായോ? ഇത്രയും ഒന്നുകൂടെ സ്വത്രം ചെയ്തേ. അപ്പൊ എനിക്ക് ആരാധിക്കാൻ, ഞാനിപ്പോ ആരെ ആരാധിക്കണേ? ഇപ്പൊ ഞാൻ ആരെ ആരാധിക്കുന്നത്? ജീവനുള്ള ഒന്ന് പറഞ്ഞേ, ഞാൻ ആരാധിക്കുന്നത് ജീവനുള്ള ദൈവത്തെയാണ്. ഉറക്കെ പറഞ്ഞേ, റിസീവ്. ജീവനുള്ള ദൈവത്തെയാണ് ആരാധിക്കുന്നത്. ഉറക്കെ പറയേ, പറയണ്ട. പക്ഷെ അതിപ്പോ പറയാൻ ബുദ്ധിമുട്ടുള്ളത് എനിക്ക് കുഴപ്പമില്ല. പറഞ്ഞു, ജീവനുള്ള ദൈവത്തെ ആരാധിക്കാൻ താല്പര്യമോ? ഒന്ന് ഉറക്കെ പറയാം. ഞാൻ വയനാട്ടിൽ അറിയിക്കുന്നില്ല, അതുകൊണ്ടാണ് മരം പോയോ പറയോ? ഒന്നും പറയോ? ഞാനിന്ന് പോകും, പറഞ്ഞേ പറയാം. ഇന്നു മുതൽ ഞാൻ ജീവനുള്ള ദൈവത്തെയാണ് ഹൃദയം തുറന്ന് പറയാൻ പറ്റും, ധൈര്യത്തോടെ പറയാമോ? സഹോദരിയെ സഹോദരികളോ, ഇന്നു മുതൽ ഞാൻ ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്നത് പ്രഖ്യാപിക്കാൻ കഴിയുമോ? ഒന്നെല്ലാവരും മതി. ഇന്നു മുതൽ ഞങ്ങൾ ജീവനുള്ള ദൈവത്തെ ആരാധിക്കുക. സ്വത്രം സ്വത്രം മകാവിനെ ആരാധിക്കുക. മകാവിനെ ഓണം ഞങ്ങൾക്ക് ഒരാളുണ്ട്, പുള്ളിക്കാരി ആണെങ്കിൽ ഓണത്തിന് 1 മാസത്തിന് മുമ്പ് ഉപ്പേരി കഴിക്കില്ല. കഴിച്ചതല്ലേ പുറത്തുനിന്ന് ഉപ്പേരി ഭയങ്കര വിഷമമാണ്. അതാണ് നമ്മുടെ ഓരോ വിഷയം. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല, അതൊക്കെ ദൈവവാസങ്ങളിലൂടെ പോയിട്ട് ഞാൻ പറഞ്ഞത് ഇന്ന് കാലം ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്നു. നമ്മുടെ ജീവിതത്തിലും വിശുദ്ധിയും വേർപാടാണ്. നമ്മളെ അറിയപ്പെടുന്ന എങ്ങനെയാ? വേർപാടിന്റെ മക്കളെന്ന് അറിയപ്പെടുന്നു. വേർപെട്ട കൂട്ടം. ഇതൊരു ചെറിയ കൂട്ടമാണ്. അല്ലയോ? ഈ കൂട്ടത്തിന് ഒരു പ്രത്യേകതയുണ്ട്, അവരത് ചെയ്യത്തില്ല. നിങ്ങൾ നോക്കെ, മധ്യശാപ്പിലെ ഇവിടുത്തെ പല പ്രമുഖര് അല്ലെങ്കിൽ ക്രിസ്ത്യൻസ് എന്ന് പറയുന്ന കത്തോലിക്കക്കാർ ഒപ്പത്തുകാർ വഴിയുണ്ടായ ഒരു വിഷയമില്ല. ഞാൻ അവിടെ പോയിട്ട് പിന്നെ 500 രൂപയുടെ ചേഞ്ച് ഒന്ന് വാങ്ങിയോട്ടിക്കൂടെ അവരുടെ ദൈവമേ, കഴിഞ്ഞ ദിവസം എന്തോ ചാത്തവും പ്രസംഗവും ഒക്കെ ആയിരുന്നു. ഈ പാട്ട് ഇപ്പൊ മദ്യടിച്ചായിരുന്നു ഇന്നലെ പ്രസംഗിച്ചായിരുന്നു. നിങ്ങൾ പറഞ്ഞു വരുന്നു, അച്ഛൻ പോയി നിന്നാൽ കുഴപ്പമില്ല, കത്തിയാരി പോയി നിന്നാൽ കുഴപ്പമില്ല, വിശ്വാസം പോയി നിന്നാൽ കുഴപ്പമില്ല. പക്ഷേ അപ്പൊ നമ്മുടെ ലോകം കാണുന്നത് എന്താ? വേർപെട്ട മക്കൾ. അവരിത് ചെയ്യത്തില്ല, അവരിത് പ്രവർത്തിക്കത്തില്ല, അവരിതിനെ ആരാധിക്കത്തില്ല. അവർക്കൊരു സത്യദൈവമുണ്ട്. അങ്ങനെ ആരാധിക്കുന്നത് സത്യനമസ്കാരികൾ ആത്മാവിലും സത്യത്തിലും ആരാധിക്കും. അതുകൊണ്ടാണ് നമ്മളെ കാണുമ്പോൾ അവർക്ക് മനസ്സിലാകും ഇതാണെന്ന്. ഹല്ലേലൂയ സ്തോത്രം. ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് ആരുടെയും നാമത്തിലുള്ള ഒരു സാധനം കൊണ്ടുവരത്തില്ല, കാരണം ഞങ്ങൾ കഴിക്കില്ലെന്ന് അവർക്ക് അറിയാം. ഒരു പ്രാവശ്യം ഞങ്ങൾ പുതിയ സ്ഥലത്ത് വന്നപ്പോൾ അവർ കൊണ്ടുവന്നപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ നാളെയോ മറ്റന്നാളിലോ ഉണ്ടാക്കി തന്നെ ഞങ്ങൾ വന്ന് കഴിക്കും, ഒരു കുഴപ്പമില്ല. പക്ഷെ ഇത് ഞങ്ങൾക്ക് കഴിക്കാൻ പറ്റത്തില്ല, ഞങ്ങൾ സ്നാനപ്പെട്ടവരാണ്. സ്വത്രം കാലം മറച്ചു വെക്കാനുള്ളതല്ല, അത് പരസ്യമാക്കാനുള്ള. ഞങ്ങൾ സ്നാനപ്പെട്ടവരാണ്, ഞങ്ങൾ സാക്ഷ്യം പ്രാപിച്ചവരാണ്,
ഞങ്ങൾ ജീവനുള്ള ദൈവത്തെ ആരാധിക്കാൻ ഇന്ന് പകൽക്കാലം നമ്മൾക്കിടെ സാക്ഷ്യം മറ്റുള്ളവർ അറിയണം. 5 സുവിശേഷമുണ്ട്. എത്ര സുവിശേഷമുണ്ട്? പുതിയ നിയമത്തിൽ എത്ര സുവിശേഷമുണ്ട്? അതൊന്ന് പറഞ്ഞു. എന്തായാലും എന്തെങ്കിലും ഒന്ന് പഠിച്ചിട്ട് പോകണമെന്ന് പറയാം ആഗ്രഹം. പറഞ്ഞേ, 5 സുവിശേഷം പറഞ്ഞു. 3 കൊല്ലത്ത് അങ്ങനെ ഒന്നും എഴുതത്തില്ല. എന്തായാലും ഈ ചർച്ചയിൽ അത് എഴുതത്തില്ല, ഉറപ്പാണ്. പറയാം, എത്ര സുവിശേഷമുണ്ട്? ചോദ്യം ഉത്തരം ഇല്ല. 5 സുവിശേഷം. നിങ്ങൾ നോക്ക, നിങ്ങൾ എന്നെ കൈ എണ്ണിയത് ശരിയല്ലോ. നിങ്ങൾ എണ്ണിയത് ശരിയല്ലോ. 5ാമത്തെ സുവിശേഷം കാണാം. മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ. അപ്പം എത്ര ഒന്ന് എനിക്ക് അതിനിടയ്ക്ക് 5 അത് വിട്ടുപോയെന്ന് പറഞ്ഞു. മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ. ഇവർ 5 പേര് 4 പേര് എഴുതി സുവിശേഷം എഴുതി. 5ാമത്തെ സുവിശേഷമാണ് ഞാൻ. തോമസ് 5ാമത്തെ സുവിശേഷം. അതെല്ലാം ഞാനായി മാറി. നിങ്ങൾ ക്രിസ്തുവിന്റെ വസ്ത്രമല്ലോ. വായിക്കാൻ പറ്റുന്ന സാധനം, വായിക്കാൻ പറ്റുന്നത് നീ നടന്നു പോയാൽ മതി. അന്തോക്യയിൽ വെച്ചാണ് ക്രിസ്ത്യാനികൾ എന്ന പേര് ആരായിട്ടുമല്ല. ഇവിടെ തന്ത്രത്തോടുകാരെ മാസന്മാരോ അപ്പോസ്തലന്മാരോ ഒന്നും ഇട്ടതല്ല. ക്രിസ്ത്യാനി എന്ന പേര് ആരായിട്ടൊന്നുമില്ല. ജാതികൾ കണ്ടിട്ട് പറയുകയാണ് പോകുന്ന ഒരു കൂട്ടം ക്രിസ്ത്യാനികൾ. അങ്ങനെയാണ് അന്തോക്യയിൽ വെച്ച് ക്രിസ്ത്യാനി എന്ന പേര് വന്നത്. വിളിച്ചത് രക്ഷിക്കപ്പെട്ടവരല്ല, സ്നാനപ്പെട്ടവരല്ല, പരിശുദ്ധാത്മാവല്ല, യേശുവിന്റെ വചനം കേൾക്കാത്തവരാണ്. എന്നാൽ യേശുവിനെ അനുഗമിക്കുന്നവരാണ് ഇവരെന്ന് കണ്ട് അവരെ ക്രിസ്ത്യാനി എന്ന പേര് വിളിച്ചു. ഇവര് പറഞ്ഞില്ല, ഇവരെ എഴുതിയൊന്നും വെച്ചിട്ടൊന്നുമില്ല. പക്ഷെ അവരെ കണ്ടാൽ അറിയാം, നീ ആരാധിക്കുന്ന മകളാണ്, നീ പ്രാർത്ഥിക്കുന്ന മകളാണ്, നീ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്നതാണ്, നീ വിശ്വസ്തതയുള്ളതാണ്, നീ ദേശത്തിന് ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്ന മകളാണ്. ആർക്കറിയാം? സഭയേക്കാൾ കൂടുതൽ അറിയുന്നത് ദേശത്തിനാണ്. അതുകൊണ്ട് നമ്മൾ ക്രിസ്തുവിന്റെ പത്രമായിരിക്കണം. ക്രിസ്തുവിന്റെ പത്രം വായിക്കാൻ പറ്റണം. അതാണ് 5ാമത്തെ സുവിശേഷം. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ വായിച്ചു നിർത്തിയത് എവിടായിരുന്നു? എബ്രായ ലേഖനമായിരുന്നു വായിച്ച്. നിത്യാത്മാവിനാൽ ജീവനുള്ള ദൈവത്തെ ആരാധിക്കുവാൻ ദൈവം നമുക്ക് ഓക്കെ മതി. ആരാധിക്കുവാനാണ് യേശു. അപ്പൊ നമുക്ക് ആരാധന ലഭിച്ചത്, ജീവനുള്ള ദൈവത്തെ ആരാധിക്കുവാൻ ആരാധന ലഭിച്ചത് യേശുവിന്റെ രക്തത്താലാണ്. എന്റെ ദൈവത്തെ ഒന്ന് ആരാധിക്കുവാൻ യേശുവിന്റെ രക്തത്താലാണ് കഴിഞ്ഞത്. കൊണ്ടുവേണ്ട വെള്ളി വേണ്ട ഇതൊന്നും കൊടുത്ത് ആരാധിക്കേണ്ട ആവശ്യമില്ല. യേശുവിന്റെ രക്തത്തിൽ ശുദ്ധീകരിക്കപ്പെട്ടാൽ ഏത് സമയവും ചില സ്ഥലത്ത് ആരാധിക്കാൻ പോണെങ്കിൽ ചില സമയങ്ങളുണ്ട്, ചില മാസങ്ങളെ നടക്കുന്നു, ചിലയിടത്ത് വർഷങ്ങളെ നടക്കത്തുള്ളൂ. എന്നാൽ എൻ്റെ ദൈവത്തെ ആരാധിക്കാൻ ഹാലയിൽ 24 കഴിഞ്ഞിട്ട് പിന്നെ മണിക്കൂറുണ്ടെങ്കിൽ ആ സമയത്തോ പറ്റൂ. ഈ ദൈവത്തിന് ഒന്നും വേണം. ഈ ദൈവത്തിന് വേണം, ഈ ദൈവത്തിന് പൊന്ന് വേണോ, വെള്ളി വേണോ, പണം വേണോ? ഹാലേലി സകലത്തെ ചമച്ച ദൈവം, സകലത്തെ ഉളവാക്കിയ ദൈവം. ഹാലേലി അവനെ നീ ഒന്ന് ആരാധിച്ചാൽ മതി, നീ ഒന്ന് ആരാധിച്ചാൽ മതി. എന്ന് അത്രേ എൻ്റെ ദൈവത്തിന്റെ ഒറ്റ ആഗ്രഹമുള്ളൂ, നീ എന്നെ ഒന്ന് ആരാധിക്കും. എന്റെ ഭാഗത്ത് ഞാൻ ആർക്കും വിട്ടുകൊടുക്കും, നീ എന്നെ ഒന്ന് ആരാധിക്കും. ഇത്രയും ചെയ്താൽ മതി, നിന്റെ സ്ഥിതി മാറും. ഇന്ന് പകൽക്കാലം ഒരു തീരുമാനമെടുക്കുവാൻ തയ്യാറാകട്ടെ, ദൈവം പ്രവർത്തിക്കട്ടെ. അടുത്തത് 4ാമത്തെ പോയിന്റാണ് പറയുന്നത്. വേഗം നിർത്താൻ പോവുകയാണ്. 4ാമത്തെ പോയിന്റ് 1 പത്രോസ് 1:19 വായിക്കുന്നു. വീണ്ടെടുത്ത വിലയേറിയ രക്തം. വേഗം നിർത്താൻ പോകും, തീരുവ. കിട്ടിയില്ല? 1:19. ഇവിടെ നോക്കട്ടെ. ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കർത്താവിന്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ നിങ്ങളെ വിലയ്ക്ക് വാങ്ങി. കുഞ്ഞാടിന്റെ രക്തം കൊണ്ട് വിലയ്ക്ക് വാങ്ങി. അപ്പൊ നിങ്ങളുടെ വില എത്ര? പറ. ഇവിടെ നോക്കട്ടെ, ഇവിടെ വരയ്ക്കുന്നതൊക്കെ പിന്നെ വരയ്ക്കാം. ഇങ്ങോട്ട് നോക്കി പറ, നിങ്ങളുടെ വില എത്ര? ചിലവർ പറയും
പുഴുവായിരുന്ന എന്നെ കർത്താവേ അനുഗ്രഹിക്കണേ, കഴുതിയായിരുന്ന എന്നെ സംസാരിപ്പിക്കണേ. അല്ല, നിങ്ങളുടെ വില എത്ര? കഴുതയ്ക്കും പുഴുവിനൊന്നും യേശു രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങില്ല, നിന്നെ മാത്രം. അതിന്റെ വില എത്ര? പറയാൻ പറയാൻ നിങ്ങളുടെ വില എത്ര? നിന്റെ വില എത്ര? 304. ഇതെന്താ എന്ന് പറഞ്ഞു? നിന്റെ വില എത്ര? ക്രിസ്തുവിനോളം വിലയുണ്ട്. ഞാൻ ഒരു പടിയോട് മുന്നോട്ട് കയറി പറഞ്ഞാൽ ക്രിസ്തുവിനേക്കാളും വിലയുണ്ട്. അല്ലേ? അതുകൊണ്ട് തന്നെ തന്റെ ഏകജാതനായ പുത്രനെ തകർത്ത് കളയാൻ ദൈവത്തിന് ഇഷ്ടമായി എന്ന സ്നേഹത്തോടെ. അല്ലേ? നമുക്ക് പരമാവധി സ്നേഹം ഉണ്ടെങ്കിൽ അത്ര ചെയ്യുന്നു. എന്നെ കൂടുതൽ സ്നേഹിച്ചുകൊണ്ട് തന്റെ സ്വന്തം പുത്രനെ തകർത്ത് കളയാൻ ദൈവത്തിന് ഇഷ്ടം തോന്നി. അപ്പൊ ഞാൻ കയറി പറയാം, അത്ര ശരിയോ തെറ്റോ എനിക്കറിയത്തില്ല, എങ്കിലും ഞാൻ കയറി പറയാണ്, ക്രിസ്തുവിനേക്കാളും നിന്നെ വില കൽപ്പിച്ചത് കൊണ്ടാണ് നിനക്ക് വേണ്ടി ഈ രക്തം ചൊരിഞ്ഞത്. അപ്പൊ ആരെങ്കിലും പറയാം നിനക്ക് വിലയില്ല, റേറ്റ് ഇടുന്നെങ്കിൽ ഹല്ലേലൂയ, നിന്റെ വില എത്ര? ക്രിസ്തുവിനോളം വിലയാണ്, അല്ലെങ്കിൽ ക്രിസ്തുവോളം വിലയാണ്. ഹല്ലേലൂയ. എന്റെ ക്രിസ്തുവിന്റെ വില എത്രയെന്നറിയാമോ? സ്വർഗം അവന്റെയാണ്, ഭൂമി അവന്റെയാണ്, ദൃശ്യമായും അദൃശ്യമായും വാഴ്ത്തകളകട്ടെ അധികാരങ്ങളാകട്ടെ സകലതും ക്രിസ്തുവിനായിട്ടും ഉളവായിരിക്കുന്നു. അതിന്റെ നാഥനായ ക്രിസ്തു, അതിന്റെ നാഥനായ ആ ക്രിസ്തുവിലേക്ക് വന്ന് നിനക്കും എന്ന് പറയും. നിനക്കൊരു വില തരുന്ന സ്ഥലമാണ്. ഹല്ലേലൂയ, സ്തോത്രം. നിനക്ക് വില തരുന്ന, സ്വർഗത്തിലെ പൗരത്വം തരുന്നതാണ് യേശു ക്രിസ്തുവിന്റെ രക്തം. ഈ ഭൂമിയിലെ പൗരത്വം എത്ര വർഷമുണ്ട്? 100 വർഷം, അല്ല 110 വർഷം, അല്ല 120 വർഷം വരെ ഈ പൗരത്വം നിലനിൽക്കത്തുള്ളൂ. മരിച്ചു കഴിഞ്ഞ 7ാമത്തെ ദിവസം പഞ്ചായത്തിൽ അറിയിച്ച് അത് പേര് വെട്ടണം. അല്ലെ റേഷൻ കാർഡിൽ നിന്ന് പേര് വെട്ടണം, അല്ലെ ബാങ്കിൽ നിന്ന് അത് മാറ്റണം, അല്ലെ വസ്തുവിന്റെ അത് പേരിൽ നിന്ന് അടുത്ത ആളിലേക്ക് മാറ്റണം, ഇതെല്ലാം മാറ്റണം. എന്നാൽ മരിച്ചാലും മാറ്റാത്ത ഒരു പൗരത്വമുണ്ട്. അതാണ് ക്രിസ്തുവിന്റെ എവിടുന്നാണ് നമ്മൾ രക്ഷിക്കപ്പെട്ടത്? എവിടുന്നാ രക്ഷിക്കപ്പെട്ടത്? ഏത് സ്ഥലത്തുനിന്നാണ് രക്ഷിക്കപ്പെട്ടത്? ഏത് സ്ഥലത്തുനിന്നാണ് രക്ഷിക്കപ്പെട്ടത്? പ്രിയപ്പെട്ടെ പറയാമോ? ഏത് സ്ഥലത്തുനിന്നാണ് രക്ഷിക്കപ്പെട്ടെ? ഓ, കൊട്ടാരക്കര അല്ല, ഈ വീട്ടിൽ നിന്ന്. ഏത് സ്ഥലത്തുനിന്നാണ് രക്ഷിക്കപ്പെട്ടത്? രക്ഷിക്കപ്പെട്ടത് നരകത്തിന്റെ വാതിൽക്കൽ നിന്നാണ് ഞാൻ രക്ഷിക്കപ്പെട്ടത്. നരകത്തിലേക്ക് വീഴാൻ ഒന്നുകൂടി കേറി പറയുകയാണെങ്കിൽ മനസ്സിലാക്കണമേ പ്രിയപ്പെട്ടവരെ. ഒരു സഹോദരി അല്ലെങ്കിൽ ഒരു സഹോദരൻ രക്ഷിക്കപ്പെടുമ്പോൾ, അവൻ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവുമായി വിശ്വസിക്കുമ്പോൾ അവനെ രക്തം കൊണ്ട് ദൈവം പൊതിയും. ഹല്ലേലൂയ, സ്തോത്രം. ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ, വയറ്റിൽ നിന്ന് ജനിച്ചു വീഴുമ്പോൾ, അല്ലെങ്കിൽ ഓപ്പറേഷൻ ചെയ്തെടുക്കുമ്പോൾ ആ കുഞ്ഞിന്റെ ശരീരത്തെ മുഴുവനും രക്തം വീഴുന്നത് പോലെ ഒരു പുതിയ സൃഷ്ടിയോട് ഈ യേശുവിന്റെ രക്തത്തിലൂടെ യേശുവിന്റെ നാമത്തിൽ രക്താലിഞ്ഞിറങ്ങുന്ന പോലെയോ സാത്താന്യ ഇരുട്ടിന്റെ അധികാരത്തിൽ ആ കുഞ്ഞിനെ യേശുവിന്റെ രക്തത്താൽ പൊതിഞ്ഞവാങ്ങുന്നത്. എന്നാൽ ഈ ലോകത്തിൽ ഒരു കുഞ്ഞിനെ വെക്കുമ്പോൾ ശരീരത്തിൽ രക്തം വരുന്നത് അതേ സമയം തന്നെ അനേകരെ തുടച്ചു വൃത്തിയാക്കും. എന്നാൽ നിന്നെ വിലയ്ക്ക് വാങ്ങിയ ഈ രക്തം, അതിൽ നിന്റെ മരണവും കഴിഞ്ഞ് ഹല്ലേലൂയ, കർത്താവിന്റെ വില വരെ ഈ രക്തത്തിൽ നിന്നെ സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ഇന്നത്തെ കാലം ആ യേശുവിന്റെ രക്തത്തിന് മുമ്പിലാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. ആ യേശുവിന്റെ രക്തത്തിന് മുമ്പിലാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. ഇന്ന് പറയണം, പിശാചേ, എന്നെ തൊടുവാൻ നിനക്ക് അവകാശമില്ല. എന്നെ യേശുവിന്റെ രക്തം കൊണ്ട് പൊതിഞ്ഞിരിക്കുക. എന്നെ യേശുവിന്റെ രക്തം കൊണ്ട് പൊതിഞ്ഞിരിക്കുക. എന്റെ നാവിനെ, എന്റെ കണ്ണുകളെ, എന്റെ ഹൃദയത്തെ, എന്റെ നാടിനരമ്പുകളെ, എന്റെ അസ്ഥിമത്തകളെ, എന്റെ ബ്ലഡിനെ എന്നെ യേശുവിന്റെ രക്തം കൊണ്ട് പൊതിഞ്ഞിരിക്കുക. ഇതിനെ നിനക്ക് തടുക്കാൻ പറ്റത്തില്ല എന്ന് പറയാൻ കഴിയുമോ?
അതാണ് യേശുവിന്റെ രക്തം എന്ന് പറയുന്നത്. ഇന്ന് പകൽക്കാലം പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, ഇത് ഏത് രക്തം? ഇത് പൊന്നോ വെള്ളി കൊണ്ടൊന്നും വിലയ്ക്ക് വാങ്ങിയതല്ല. കുഞ്ഞാടായ നിഷ്കളങ്കനായ കുഞ്ഞാടിന്റെ തിരുരക്തം കൊണ്ട് എന്നെ നിന്നെയും വിലയ്ക്ക് വാങ്ങി. എവിടുന്ന് വിലയ്ക്ക് വാങ്ങി? എവിടുന്ന് വിലയ്ക്ക് വാങ്ങി? ശാപത്തിൽ, പാപത്തിൽ, ഇരുട്ടിന്റെ അധികാരത്തിൽ, ശത്രുവിന്റെ കയ്യിൽ നിന്ന് ഹല്ലേലൂയ, ഹല്ലേലൂയ, വില കൊടുത്ത് വാങ്ങിയതാണ്. അതിന്റെ വില ഹല്ലേലൂയ നമുക്ക് വിലമതിക്കുവാൻ കഴിയാത്തൊരു വില കൊടുക്കുന്നതാണ്. നന്ദിയുള്ളവരായി തീരട്ടെ, ഹൃദയം നിറഞ്ഞവരായി തീരട്ടെ, സന്തോഷമുള്ളവരായി തീരട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ ചിലപ്പോൾ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാം. ശുശ്രൂഷ ചെയ്യുന്ന ദൈവദാസന്മാരായിരിക്കുന്ന ഞങ്ങൾ പലപ്പോഴും പ്രതിസന്ധികളും പ്രതികൂലങ്ങളും ഒക്കെ വരുമ്പോഴും ഞങ്ങളുടെ ഹൃദയം ക്ഷീണിച്ചു പോകാതിരിക്കുന്നതിന് കാരണം ഞങ്ങൾ പൂർണ്ണമായി യേശുവിന്റെ രക്തത്തിൽ ആശ്രയിക്കുന്നത് കൊണ്ടാണ്. ഇന്ന് പകൽക്കാലം നിങ്ങൾക്ക് പ്രതികൂലങ്ങൾ വരാം, ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോഴും ഈ യേശുവിന്റെ രക്തത്തിൽ സകലം സാധിച്ചു തരുമെന്നുള്ള വിശ്വാസം നിങ്ങളിൽ ഉണ്ടാകുമെന്നാണ് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. തീർത്തുമില്ല. ഹല്ലേലൂയ. 9:12 വായിക്കായ പ്രേലേഖനം, വെളിപ്പാട് പുസ്തകം 1:6 വായിച്ച് വേഗം വായിച്ചു. അതിന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഹല്ലേലൂയ. വീണ്ടെടുത്ത വിലയേറിയ രക്തമാണ് നിങ്ങളെ. ഇന്ന് മക്കൾക്കാരെ ഈ രക്തത്തിന്റെ വിടുതൽ ഇതിനകത്ത് നടക്കും. ഈ രക്തത്തിന്റെ വിടുതലിന്റെ പ്രവർത്തികള് ഈ വചനം ക്രിയ ചെയ്യുമ്പോൾ ഇവിടെ ദൈവപ്രവൃത്തി വെളിപ്പെടും. ഞാൻ വിശ്വസിക്കുന്നു വചനം അതിന്റെ പ്രവൃത്തി ചെയ്തേ മടങ്ങി വരുള്ളൂ. വചനം അതിന്റെ പ്രവൃത്തി ചെയ്തേ മടങ്ങി വരത്തുള്ളൂ. വചനം അതിന്റെ പ്രവൃത്തി ചെയ്തേ മടങ്ങി വരുത്തുള്ളെങ്കിൽ ഇന്ന് പകൽക്കാലം ഇവിടെ പ്രസ്താവിക്കപ്പെട്ട ദൈവവചനം ദേശത്ത് വെളിപ്പെട്ടു വരട്ടെ. നിന്റെ അപ്പത്തെ വെള്ളത്തിൽ മീതെ ഏറിയ നാളിന് ശേഷം അത് മടങ്ങി വരും. ചില മടങ്ങി വരവ് യേശുവിന്റെ നാമത്തിൽ സഭയുടെ ചില മടങ്ങി വരവ് ഉണ്ടാകാറുള്ളൂ. മടങ്ങി വരാൻ പോകാം. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, വെളിപ്പാട് പുസ്തകം 1:6 വായിക്കുമ്പോൾ നമ്മൾ എന്താ കാണുന്നത്? എന്റെ പൊന്നു സഹോദരി, ഞാൻ പ്രസംഗിക്കുന്ന എനിക്ക് കേൾക്കാൻ പറ്റും. നിങ്ങൾ വീട്ടിൽ വായിക്കുന്ന വായന വായിക്കരുത്. നമ്മളെ സ്നേഹിക്കുന്നവനും നമ്മളെ നോക്കണമേ, നമ്മളെ സ്നേഹിക്കുന്നവനും നമ്മുടെ പാപം പോക്കി നമ്മെ തന്റെ രക്തത്താൽ വിടിവിച്ച് തന്റെ പിതാവായ ദൈവത്തിന് രാജ്യവും പുരോഹിതന്മാരും ആക്കി തീർക്കുന്നവരുമായ. അപ്പോൾ എന്താ ചെയ്യുന്നത്? ദൈവം രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങട്ടെ, എവിടെയെങ്കിലും വലിച്ചെറിയല്ല, ഒരു സ്ഥലത്ത് നിന്ന് ഉറപ്പിക്കാൻ പോകുക. യേശുവിന്റെ നാമത്തെ ഉറപ്പിക്കാൻ പോകുക. ഇന്ന് പകൽക്കാലം യഥാസ്ഥാനപ്പെടാതെ കിടക്കുന്ന ചില വിഷയങ്ങളെ യഥാസ്ഥാനപ്പെടുത്തുന്ന ഒരു ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്ന പരിശുദ്ധാത്മാവ് പറയുന്നു, എന്നെ ഒരു സ്ഥലത്ത് ഞാൻ ഉറപ്പിക്കും. ആ സ്ഥലത്തുനിന്ന് വലിയ പ്രവൃത്തികളായി ഞാൻ ഉപയോഗിക്കാൻ പോകുന്നത് പരിശുദ്ധാത്മാവ് പറയുന്നു, ഞാൻ ഉറപ്പിക്കും. ഇവിടെ ഹല്ലേലൂയ, രാജ്യവും പുരോഹിതനുമാക്കി നിന്നെ വെക്കുക. വെറുതെ അല്ല യേശുവിനെ ആരാധിക്കാൻ ഇറങ്ങിയത്. നിന്ദകളും പരിഹാസങ്ങളും വരുമ്പോഴും എന്തുകൊണ്ടറിയാം? എന്നെ ഒരു രാജ്യമായി, എന്നെ ഒരു പുരോഹിതനായി പിതാവിന്റെ സ്ഥലത്താക്കി വെച്ചിരിക്കുന്ന ആ ദൈവത്തിന് ഞാൻ സ്തോത്രം ചെയ്യുന്നവരായി തീരണം. അല്ലെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവം അനുഗ്രഹിക്കട്ടെ. വെളിപ്പാട് പുസ്തകം 5:9 വായിച്ചാൽ നമുക്ക് കാണാൻ പറ്റും. നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചാൽ മതി. എബ്രായ ലേഖനം 9:22 വായിച്ചാൽ നമുക്ക് മനസ്സിലാകും. യാതൊന്ന് വായിച്ചേ. അല്ല, ഈ വെളിപ്പാട് പുസ്തകം 5:9 വായിച്ചു. അതെന്താ പറയുന്നത് നോക്കാം. നിങ്ങൾ അത് വായിച്ചോട് ഒന്ന് പോയാൽ അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തില്ല. അതിന്റെ യേശുവിന്റെ രക്തം കൊണ്ട് സർവ്വഗോത്രത്തെയും ഭാഷയും വംശത്തെയും ജാതിയിലും ഇന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. നമ്മൾ നല്ലൊരു കാർ വാങ്ങിയാൽ എന്ത് ചെയ്യും? അതിനെ കാറൊക്കെ മേടിച്ചല്ലേ? അല്ലേ, നമ്മൾ കാർ വാങ്ങിയാൽ എന്ത് ചെയ്യുന്നറിയോ? അതിന് ഇൻഷുർ ചെയ്യും. നമുക്ക് ആരെയും ഇൻഷുർ ചെയ്യുമോ? നമ്മുടെ ഇൻഷുർ ആരാ? കർത്താവാണ് നമ്മുടെ ഇൻഷുർ. അല്ല, ഇവിടെ നോക്കണമേ, വിലയ്ക്ക് ആർക്ക് വേണ്ടി വിളിക്കണ്ടേ? പിതാവായ ദൈവത്തിന് വേണ്ടി
വിലയ്ക്ക് വാങ്ങിയതാണ് എന്നെയും നിങ്ങളെയും ദൈവം. ഹല്ലേലൂയ. ദൈവത്തിന് വിലയ്ക്ക് വാങ്ങിയവരാണ് ഇവിടെ ഇരിക്കുന്നവര്. ഹല്ലേലൂയ. ഇന്ന് മകൾക്കാർ അതിന് സ്വാതന്ത്ര്യമോ ഹല്ലേലൂയ. ഇവിടെ അടുത്തത് എബ്രായലേഖനം 9:22, 9:12 ഒക്കെ വായിക്കുമ്പോൾ നമുക്ക് കാണാം ഒത്തിരി ഭാഗങ്ങളുണ്ട്. മതി, വിലയേറിയ ഒന്ന് വേണമെങ്കിൽ റെഫറൻസ് എടുത്തിക്കോ. എബ്രായലേഖനം 9:22, 9:12 ഒക്കെ വായിക്കുമ്പോൾ വീണ്ടെടുത്ത വിലയേറിയ രക്തത്തെക്കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ അടുത്തത് ഒരു വചനോട് പറയാണ്, ഗുണകരമായി സംസാരിക്കുന്ന രക്തം. ഗുണകരമായി സംസാരിക്കുന്ന രക്തം എന്താണ്? എബ്രായലേഖനം 12:24 പറയുന്നു, ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാക രക്തത്തിന്റെ അടുക്കല്ലോ നിങ്ങൾ വന്നത്. ഹാബേലിന്റെ രക്തം എന്താ? പ്രതികാരത്തിന് വേണ്ടി നിലവിളിക്കുമ്പോൾ യേശുവിന്റെ രക്തം നിന്നെ സഹായിക്കുന്ന രക്തമാണ്, അനുഗ്രഹിക്കുന്ന രക്തമാണ്, പിടിവിക്കുന്ന രക്തമാണ്, അത് ഗുണകരമായി സംസാരിക്കുന്ന രക്തമാണ്. അതെ, ഇന്ന് പകൽക്കാലം ആ വചനം ഒന്ന് വായിച്ചേ. 24. ആ പുണ്യാക രക്തത്തിന്റെ അടുക്കലല്ലോ നിങ്ങൾ വന്നിരിക്കുന്നു. ആ മതി. അപ്പൊ മനസ്സിലായോ? ഇതേതാ? ഹാബേൽ നല്ലൊരു മനുഷ്യരായിരുന്നു. ഹല്ലേലൂയ, സ്വന്തം ദൈവത്തിന് പ്രയോജനപ്പെടാൻ നിന്ന വ്യക്തിയായിരുന്നു. പക്ഷെ അവൻ മരിച്ചപ്പോഴും അവന്റെ രക്തം പ്രതികാരത്തിന് വേണ്ടി വിളിച്ചുകൊണ്ടിരിക്കുന്നു. യേശുവിന്റെ രക്തം സമാധാനം പകരുന്ന, അനുഗ്രഹം പകരുന്ന ആ പുണ്യാക രക്തത്തിനടുക്കാണ് ഇന്ന് വകക്കാലം ഈ ഓസ പ്രാർത്ഥനയോടെ പ്രിയപ്പെട്ട ദൈവമക്കളായിരിക്കുന്ന നമ്മളെല്ലാവരും എത്തിയിരിക്കുന്നത് യേശുവിന്റെ കൂട്ടായ്മയാണ്. യേശുവിന്റെ കൂട്ടായ്മ എന്താ? അത് രക്തത്തിന്റെ കൂട്ടായ്മയാണ്. ഓ റിബാരവര 1 യോഹന്നാൻ 5:8 കാണുന്നു. ഹല്ലേലൂയ. അതിനകത്തും ഗുണകരമായി അത് വായിച്ച മാമ. 1 യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 8, അല്ല 1 യോഹന്നാന്റെ ലേഖനം 5:8. 2 വചനോടെ ഉള്ളൂ, ഞാൻ നിർത്താൻ പോവുകയാണ്. സാക്ഷ്യം പറയുന്നവർ മൂവരുണ്ട്. ആത്മാവ്, ജലം, രക്തം. സാക്ഷ്യം പറയുവാൻ ഹല്ലേലൂയ. ഈ 3 സാക്ഷ്യം നിനക്കുണ്ടാകണം ഇതിനെക്കുറിച്ച്. 1 ആത്മാവ്, ഹല്ലേലൂയ, അത് പരിശുദ്ധാത്മാവാണ്. 2 ജലം, അതിനെ വചനമായി പറയും. 3 രക്തം, ഹല്ലേലൂയ. ഇതുണ്ടെങ്കിൽ മാത്രമേ നിനക്ക് സ്വർഗ്ഗത്തിൽ പോകാൻ പറ്റൂ. നരകത്തിൽ പോകാൻ താല്പര്യമുള്ളവർ കൈകൊട്ടിക്കേ. ആരില്ല? ഇല്ലല്ലോ. ഉണ്ടോ? നരകത്തിൽ പോകാൻ താല്പര്യമുണ്ടോ? ഇവിടെ വേണ്ടോ? ചൂടുണ്ട്, ചാവാത്ത പുല്ലുണ്ട്, കെടാത്ത പുല്ലുണ്ട്. ഉണ്ടോ? ഇല്ല. അല്ല, ഈ 3 സാക്ഷ്യം ഉണ്ടാവും. 1 വചനത്താലുള്ള സാക്ഷ്യം, ആത്മാവിനാലുള്ള സാക്ഷ്യം, ജലത്താലുള്ള സാക്ഷ്യം, രക്തം. അതെ, വചനത്താലുള്ള ഇത് 3. 1 രക്ഷിക്കപ്പെടും, പരിശുദ്ധാത്മാവ് പറയും, ക്രിസ്തു വരവേ വിശുദ്ധി പൊങ്ങുന്നതൊക്കെ ആരാധന നമുക്കറിയാം. അറിയില്ല. അതുകൊണ്ട് നിങ്ങൾ ചിന്തിക്കുന്ന ആരും ഞാൻ പൊങ്ങത്തില്ല. പാസ്പോർട്ട് അറിയാം. അതുകൊണ്ട് ഈ 3 കാര്യം എനിക്കാണെങ്കിൽ നിങ്ങളോട് ഇങ്ങനെ ജയിക്കുക. ഈ ദിവസങ്ങൾ ദൈവം നിങ്ങൾക്ക് എന്തൊക്കെയോ പ്രവർത്തനം ആഗ്രഹിക്കുന്നു. നിങ്ങൾ വീണ്ടെടുക്കാൻ ദൈവമാണ് ചെയ്യട്ടെ. നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഓക്കെ. അപ്പൊ ഗുണകരമായി സംസാരിക്കുന്ന രക്തം. അടുത്തത് നിത്യനിയമത്തിന്റെ രക്തം. എബ്രായലേഖനം 13:20 പറയുന്നു. അതോട് ഒരു വചനം വെച്ചാൽ മതി. നിത്യനിയമത്തിന്റെ രക്തമാണ് 20. റെഫറൻസ് എടുത്തവർക്ക് വേണമെങ്കിൽ പറയാം. സെക്രിയാവ് 9. ആടുകളുടെ വലിയ ഇടയനായ നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്നും മടക്കി വരുത്തിയ സമാധാനത്തിന്റെ ദൈവം നിങ്ങളെ അവന്റെ ഇഷ്ടം ചെയ്യുവാൻ തക്കവണ്ണം എല്ലാ നന്മയിലും യഥാസ്ഥാനപ്പെടുത്തി ഇന്ന് മകൾക്കാലം എല്ലാ നന്മയിലും നിങ്ങളെ യഥാസ്ഥാനപ്പെടുത്തുന്ന രക്തമാണ്. എല്ലാ നന്മകളും ദൈവം തന്റെ എല്ലാ നന്മകളും യഥാസ്ഥാനപ്പെടുത്തുന്ന ഒരു ദൈവത്തിന്റെ
ഏഴാമത്തെ പോയിന്റാണ്, നമ്മളെ അടിപ്പിക്കുന്ന രക്തമാണ് യേശുവിന്റെ രക്തം. എബ്രായ ലേഖനം 2:13 പറയുന്നു, യേശുവിന്റെ രക്തം നമ്മളെ ഒന്ന് വായിച്ചേ എഫെസ്യർക്ക് എഴുതിയ ലേഖനം, സോറി ഞാൻ തെറ്റിച്ച പറഞ്ഞേ, 2:13. എഫെസ്യർക്ക് എഴുതിയ ലേഖനം 2:13. ഇത് 12 അതിക്രമങ്ങളും പാപങ്ങളല്ല. നിങ്ങൾ ഈ പരിസരത്ത് പ്രിയപ്പെട്ടവരെ ബൈബിളായി വെക്കുന്നു, നിങ്ങൾ ഇപ്പോൾ ക്രിസ്തുവിന്റെ രക്തത്താൽ ആയിരിക്കുന്നു. ആരെ? പിതാവിന്റെ സമയസ്ഥരായി. പിതാവിനാണ് നമ്മളെന്തോ പിതാവിന്റെ സന്നിധിയിലേക്ക് അടുപ്പിക്കുന്ന ഏക മാർഗമാണ് യേശു അവന്റെ രക്തവും. നിങ്ങൾ കുരിശ് കണ്ടിട്ടുണ്ടോ? എങ്ങനെയാണ്? അതാണോ കുരിശ്? കുരിശ് കണ്ടിട്ടുണ്ടോ? എന്റെ പൊന്നായി നീരാരി ഇത്ര പ്രശ്നമായില്ലേ? കാണാത്ത ആൾക്കാരാണ് കുരിശ് കണ്ടിട്ടുണ്ടോ? ആ കുരിശ് എങ്ങനെ വയ്ക്കട്ടെ? ഇങ്ങനെ വയ്ക്കട്ടെ ആണോ? ഇത് ക്രിസ്തു, ഏകാത്മാവ്. ഇത് യഹൂദൻ, ഇത് യവനൻ. ഇവരെല്ലാം ഇവിടെ വന്നെങ്കിൽ മാത്രമേ പിതാവിലേക്ക് പ്രവേശനമുള്ളൂ. പ്രവേശനത്തിന് വേണ്ടിയാണ് യേശു നമ്മളെ ദൈവം നിങ്ങളെ ഏവരെ അറിയുക. അപ്പൊ സമീപസ്ഥരാക്കുന്നതായിരിക്കും. ജയം നൽകുന്ന രക്തം. വെളിപ്പാട് പുസ്തകം 12:11 നമുക്ക് എല്ലാവർക്കും എടുത്തേക്കാം. വെളിപ്പാടിന്റെ പുസ്തകം 12-ാം അധ്യായത്തിന്റെ 11-ാം വായിക്കുമ്പോൾ നമ്മൾ കാണുന്നു. അതിന്റെ 7:14 വായിച്ചു. 7-ാം അധ്യായത്തിൽ വെളിപ്പാട് പുസ്തകം 7:14. വെളിപ്പാട് പുസ്തകം 7:14 വായിച്ചു. വെളിപ്പാട് പുസ്തകം അമ്മ 7:14 വായിച്ചു. ഒന്ന് വായിച്ചു. യജമാനൻ അറിയുമല്ലോ എന്ന് ഞാൻ പറഞ്ഞതിന് അവൻ എന്നോട് പറഞ്ഞത്, മഹാകഷ്ടത്തിൽ നിന്ന് വന്നവർ കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ചിരിക്കുന്നു. കുഞ്ഞാടിന്റെ രക്തത്താൽ അങ്കി കഴുകി അലക്കി വെളുപ്പിച്ചിരിക്കുന്നു. രക്തത്തിൽ മുഖ്യ എന്താവും? രക്തക്കളറല്ലേ വരും, അതിലേക്ക് വെളുപ്പിച്ചിരിക്കുന്നു. എന്റെ പാവം ഹിമം പാവം രക്താമരം പോലെ ഹിമം പോലെ വെളുപ്പിക്കുന്നതാണ് യേശുവിന്റെ രക്തം. ഇന്ന് പകൽക്കാലം നമുക്ക് എഴുന്നേൽക്കാം. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം. സോബറമാന ഹസ്തുരാരകൾ കടകരേസ്യ. 1 ഹല്ലേലൂയ സ്തോത്രം. യേശുവിന്റെ രക്തം. യേശുവിന്റെ രക്തം എന്താ? അത് പരിശുദ്ധ രക്തമാണ്. 2 സംരക്ഷിക്കുന്ന രക്തമാണ്. 3 ശുദ്ധീകരിക്കുന്ന രക്തമാണ്. 4 വീണ്ടെടുത്ത വിലയേറിയ രക്തമാണ്. 5 ഗുണകരമായി സംസാരിക്കുന്ന രക്തമാണ്. 6 നിത്യനിയമത്തിന്റെ രക്തമാണ്. 7 ഹല്ലേലൂയ സമീപസ്ഥരാക്കുന്ന രക്തമാണ്. 8 ജയം നൽകുന്ന രക്തമാണ്. ഇന്നത്തെ കാലം ആ യേശുവിന്റെ സന്നിധിയിലൊന്ന് സമർപ്പിക്കും. ജനങ്ങളെ കൈവരിക്കണം. ഒന്ന് ഏൽപ്പിച്ചു. എന്റെ കുടുംബത്തിൽ, എന്റെ തലമുറയിൽ, എന്റെ ദേശത്ത് ഈ യേശുവിന്റെ രക്തം വ്യാപരിക്കണമെന്ന് പറഞ്ഞു. കണ്ണുകൾ അടച്ച് നിങ്ങളുടെ ഹൃദയത്തിൽ ഒന്ന് പ്രാർത്ഥിക്കാൻ മതി. നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് ഈ യേശുവിന്റെ സ്നേഹത്തിന്റെ അഭിഷേകം വ്യാപരിക്കും. നിങ്ങളുടെ ശരീരത്തിൽ ആ ദൈവ സാന്നിധ്യം വ്യാപരിക്കും. ഒരു വലിയ ദൈവത്തിന്റെ സ്നേഹം നിന്നിൽ വ്യാപരിക്കും. വിശ്വസിക്കുന്നവരറിയാതെ യേശുവിന്റെ രക്തത്തിലുള്ള ആശ്രയിച്ച് യേശുവേ എന്നെ ഒന്ന് ശുദ്ധീകരിക്കണമേ, എന്നെ ഒന്ന് പണിയണമേ. ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവളായി തീരണം. ഈ ദേശത്ത്, ഈ സഭയ്ക്ക് ദൈവത്തിന് പ്രയോജനമായി തീരുവാൻ ഞാൻ ഏൽപ്പിക്കുന്നവരെ യേശുവിന്റെ രക്തത്തിൽ ഒന്ന് സംരക്ഷണത്തെ കാലം ആ യേശുവിന്റെ സ്നേഹം വ്യാപിക്കാവുക. എല്ലാ ആദികളും പൊട്ടിമാറും. ദൈവ സ്നേഹത്തിന്റെ കാണിക്കാൻ പോയില്ല. ദൈവത്തിന്റെ നിന്റെ മേൽ കാണിക്കാൻ പോകുന്നു. മുട്ടോളമല്ല, അരയോളമല്ല, നീന്തി കിടപ്പന്റെ ആത്മാവിന്റെ സ്നേഹം സത്യാണ്.
വിവിധ നിലയിൽ യേശു ക്രിസ്തുവിന്റെ രക്തം നമുക്ക് എന്താണ് ചെയ്തതെന്ന് ഇന്ന് പകലിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കേട്ടവർ ആ വചനം ധ്യാനിച്ച് ഹല്ലേലൂയ ഇന്ന് പകലിൽ